കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നല്ല നാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിനായിട്ട് രണ്ടാം ദിനവും നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. കഴിഞ്ഞ രാത്രി ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നമ്മൾ ആഴമായി ചിന്തിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എഫെസ് സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്. പക്ഷെ ആ സഭയിൽ ഒരുപാട് ഉപദ്രവങ്ങൾ കടന്നു വന്നു. ഒരുപാട് ഞെരുക്കങ്ങൾ ആ സഭയിൽ ഉണ്ടായിരുന്നു. കൃപയിൽ കുറവില്ലായിരുന്നു, വെളിപ്പാടിൽ കുറവില്ലായിരുന്നു, ദൈവികമായ ദർശനങ്ങൾക്ക് കുറവില്ലായിരുന്നു. എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ സന്നിധാനത്തിൽ ജനത്തിൻ്റെ നടുവിൽ കൃപകളിൽ നിന്ന് ജനം അകന്നു പോയതായി വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നാമും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകണം. സ്തോത്രം. ഈ ദൈവാനുഗ്രഹം നമ്മൾ പ്രാപിക്കണമെങ്കിൽ അത് എപ്രകാരമാണ് ദൈവവചനവുമായി നമ്മൾ മുൻപോട്ട് നമ്മൾ ചെല്ലേണ്ടത് എന്ന് വേദപുസ്തകം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേ നമുക്കൊരു വചനം വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് കടന്നു ചെല്ലാം. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സദർശീയ വാക്യം 3-ാം അധ്യായം 3-ാം വാക്യം നമുക്കൊരാൾക്ക് ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. സദർശീയ നീതിമൊഴിയും പുസ്തകം. കൃപയും സത്യവും നിന്നെ വിട്ട് വിലകാതിരിക്കട്ടെ. അത് ഉൻ കഴുത്തിലെ പോണ്ട് അത് നിന്റെ ഹൃദയമായ പലകയില് എന്ത് ചെയ്യണം? എഴുതിക്കൊള്ളുവാൻ പറയും. ഞങ്ങളധികമായി സ്നേഹിക്കുന്നു ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വായിച്ച വചനവും അടിയനെയും ജനത്തെയും കുടുംബങ്ങളെയും സഭയും ഒന്നുപോലെ അവിടെ അനുഗ്രഹിക്കണം. ദൈവകൃപയാൽ നടത്തണം. വായിച്ച വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരയണം. ജനത്തോട് സംസാരിക്കേണ്ട ആഴമേറിയ സത്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തണം. കൃപയിൽ മറച്ചുകൊള്ളും. ഒന്നും മറയ്ക്കാതെ പറയുവാൻ അടിയനെ ശക്തീകരിക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് സദർശ്യവാക്യത്തിൽ സലോമൻ ജ്ഞാനി കൃപയും സത്യവും തന്നെ വിട്ട് വിലകി പോകരുത്. 4 കാര്യമാണ് ആ വചനത്തിന്റെ ഉൽപാദത്തിൽ എഴുതിയിരിക്കുന്നത്. 1 കൃപ, 2 സത്യം, അത് നിന്റെ കഴുത്തിൽ കൂട്ടി അത് നിന്റെ മാംസ പലകിൽ എഴുതാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ് ദൈവത്തിന്റെ വചനം. ആ വചനത്തിന്റെ ഉള്ളിൽ നമ്മൾ കേൾക്കുകയാണ് ദൈവവചനം വായിക്കും. പക്ഷെ നമുക്ക് ഓടി വന്ന ഉടനെ അനുഗ്രഹം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ലഭിക്കും. വിശ്വസിക്കുന്നവർ ലഭിക്കും. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു: എൻ്റെ അപ്പത്തെ വെള്ളത്തിലെറിയ ഏറെ നാൾ കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്രതിഫലം നീ കാണും എന്ന് സഭാപ്രസംഗിയിൽ പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനമാണ്, കൃപയാണ്. ഇന്ന് കൃപയിൽ നമ്മൾ ആരംഭിച്ചു. പൗലോസ് പറയുന്നു നിങ്ങൾ ആത്മാവിലെ ആരംഭിച്ച് നിങ്ങൾ ജഡത്തിൽ പോയി അവസാനിച്ചോ എന്ന് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞില്ല? വളരെ സ്തോത്രത്തോടെ ഇരിക്കണം. നമ്മൾ സ്തോത്രക്കാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുന്നത് കൊണ്ട് എനിക്ക് സഭ എങ്ങനെയാ ഇരിക്കുന്നു എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഒരാരോ എടുത്തു പറഞ്ഞു, സ്തോത്രം, കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. വീട് എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മക്കളെ എങ്ങനെ വളർത്തണം എന്ന് നന്നായി അറിഞ്ഞു പഠിച്ചു. എല്ലാം ഈ ബൈബിളിൽ നിന്ന് പഠിച്ചതാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാത്തിനും ഈ ബൈബിളിൽ ആധാരങ്ങളുണ്ട്. ഒരു കുടുംബം എങ്ങനെ വളരണം, ഒരു മക്കൾ എങ്ങനെ വളരണം എന്നുള്ളതെല്ലാം ഈ ബൈബിളിൽ ഇരിക്കുകയാണ്. നമുക്ക് കണ്ണു തുറക്കുന്നില്ല, മനസ്സിലാകുന്നില്ല, നമ്മൾ ഗ്രഹിക്കുന്നില്ല. അത് ചിന്തിച്ചെടുത്ത് അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 100 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരുന്നതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവ ഉദ്ദേശത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ ഉദ്ദേശമല്ല, നിന്റെ വിചാരമല്ല എന്റെ വിചാരം, എന്റെ വിചാരമല്ല എന്റെ വിചാരമെന്ന ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, കൃപയും സത്യവും നിന്നെ വിട്ടെന്ത് ചെയ്യരുത്, വിലകിപ്പോകരുത്. കൃപ എന്ന് പറയുമ്പോൾ ദൈവത്തെ ഇന്നലെ നമ്മൾ വായിച്ചു, കൃപ, നമ്മൾ അതിനെ ഒരു യോഗ്യതയില്ലാത്ത നമ്മെ കൃപയിലേക്ക് നമ്മളെ വിളിച്ചു. ആമേൻ, സ്തോത്രം. ഈ കൃപ നമ്മൾ പ്രാപിച്ച് നമ്മൾ നിലനിൽക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മൾ നിലനിൽക്കുന്നു. ദൈവത്തിൽ ആരാധിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടുകൂടെ ആത്മീകമായ നിഷ്കളങ്കം നമ്മൾ കാണിക്കുക. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് വീഴ്ചകൾ വരും. അതെങ്ങനെയാ വരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിക്ക് വീഴ്ചകൾ വരാം, കുടുംബം നടത്തുന്ന വ്യക്തിക്ക് വീഴ്ചകൾ വരാം. വാക്കുകൾ മുഖാന്തരമാണ് ഇതെല്ലാം വരുന്നതെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ വാക്ക് ഉപ്പിനെ പോലെ രുചിയായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്റെ നല്ല മാതൃഭാഷ തമിഴാണെങ്കിലും മലയാളം സംസാരിക്കുന്നതുകൊണ്ട് സ്തോത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇതിന്റെ വാക്കുകളെല്ലാം എങ്ങനെ ഇരിക്കണം? ഉപ്പിനെ പോലെ രുചിയായിരിക്കണം. നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നു ഉപ്പിനെ പോലെ. നമ്മളൊരു വാക്ക് പറയുന്നത് ഉപ്പിനെ പോലെ രുചിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയിൽ സംസാരിക്കുന്നതായിരുന്നാലും, ദൈവസഭയിൽ ഒരു സാക്ഷ്യം പറഞ്ഞാലും, ദൈവത്തിനൊരു നന്ദി പറഞ്ഞാലും അത് ദൈവം അംഗീകരിക്കണം. അത് വിശുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. അതാ ഉപ്പിനെ പോലെ രുചിയായിരിക്കണം എന്ന് പറയുന്നത്. യേശു ഉപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു മെസ്സേജ് ആണ്. എങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൃപയിൽ നിൽക്കുന്ന നാം, നമ്മുടെ കൃപയുടെ ഉൾഭാഗത്തിൽ ആ കൃപയിൽ തന്നെയോ ഞാൻ നിൽക്കുന്നു, ആ കൃപയിൽ തന്നെ ഞാൻ ഓടുന്നു, കൃപയിൽ തന്നെയാണോ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, കൃപയിൽ തന്നെയാണ് ഞാൻ നടക്കുന്നു, എന്റെ വീടും കൃപയിൽ തന്നെയാണ് ഇരിക്കുന്നു എന്നുള്ളവർ വിശ്വാസമുള്ളവരാണല്ലോ ശക്തമരല്ലേ അവർ. എല്ലാരും ഇത് പറഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. എനിക്ക് ദൈവദാസനെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പുള്ളിയും സ്തോത്രം പറയുന്നുണ്ടോ എന്ന് എനിക്ക് പുറകിലിരിക്കല്ലേ, എനിക്ക് വേണ്ടി സ്തോത്രം പറയുന്നുണ്ടോ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഞാൻ പുറകോട്ട് നോക്കുന്നത്. എനിക്ക് എല്ലാവരും കൊണ്ടുപോകണമല്ലോ. ക്രൈസ്തല ഞാനൊരു സ്തോത്രം ഒരു കപ്പലിൽ ഇരിക്കുകയല്ലേ. അപ്പൊ ഞാനില്ല ഇന്നും നാളെയും തൊട്ടുള്ള യാത്ര. അപ്പൊ ഇതിൽ സൈഡിലിരിക്കുകയാണെങ്കിൽ, വെള്ളം തെറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ വിളയാണ് ഞാൻ ഉത്തരവാദിയല്ല. പിടിച്ചോണ്ടിരിക്കുന്നെങ്കിൽ സ്തോത്രം ഓടിച്ചോണ്ടിരിക്കുക അല്ലല്ലേ. കപ്പൽ യാത്ര ചെയ്യല്ലേ. നമ്മുടെ സൈഡിലൊക്കെ ഇരുന്നാൽ വെള്ളം കാണുമ്പോൾ എന്ത് ചെയ്യും? ആ പിള്ളേരല്ലേ ഭയങ്കര ഓളാടിയായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ കൈ തവറിപ്പോയാണെങ്കിൽ കടലിന്റെ അകത്ത് അങ്ങനെ അകപ്പെടാൻ വേണ്ടിയല്ല വിളിച്ചത്. ക്രൈസ്തവോ മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ അകപ്പെട്ട് കിടക്കുന്നു എങ്കിൽ കരയേറി വരണം. ഈ കപ്പലിന്റെ അകത്ത് വരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. മനസ്സിലായവർക്ക് സ്തോത്രം. സ്തോത്രം പറഞ്ഞില്ല. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ യേശുക്രിസ്തുവിന്റെ ആ കൃപ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെയും നിർത്തി. ഈ കൃപയിൽ നിന്ന് അനേക വ്യക്തികൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്തുകൊണ്ട് അകന്നുപോയി എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. വിശ്വാസം എന്തുകൊണ്ട്? നമ്മൾ ഒരു കാലത്തിൽ വിശ്വാസത്തിൽ ഇറങ്ങി. ആ വിശ്വാസത്തിൽ നിന്ന് അത് പൗലോസ് പറയുന്നുണ്ട്. ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം തൊട്ട് നമുക്ക് ചില വാക്യങ്ങളെ ചിന്തിക്കാം. ഈ കൃപയിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വ്യക്തമായ സഭയോടുള്ള ദൂതിനെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് കേൾക്കണം. ഈ കൃപയോടുള്ള ഇന്നലെ ഞാൻ ആരംഭത്തെ പറഞ്ഞു. ചില വാക്കുകൾ ഞാൻ സൂചിപ്പിച്ചു വെച്ചു. അതിന് തുടർന്നുള്ള നാളുകൾ ഞാൻ ഈ വചനത്തിൽ നിന്ന് തെളിവിക്കാൻ. പക്ഷേ ഈ വചനത്തിന്റെ ഈ സഭയോടുള്ള ദൂതാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് ഞാൻ കൈവച്ചില്ല എന്ന് വരും. നിങ്ങളോടുകൂടെ തെറ്റുവിനെ പറഞ്ഞില്ലെന്ന് വരും. പക്ഷെ സഭയോട് അറിയുമ്പോ കാതുള്ളവൻ എന്തട്ടെ കേൾക്കട്ടെ, ഹൃദയമുള്ളവൻ ഉണരട്ടെ. നിങ്ങൾക്കുള്ളത് ശേഖരിച്ചോളൂ. ഒന്ന് വായിച്ചാട്ടെ. இப்பொழுதும் நீங்கள் தேவனை அறிந்திருக்க அல்லாது தேவனால் அறியப்பட்டிருக்க பலனற்றதும் பெருமையுமானதான അவ்வഴിപാടുകൾക്ക് എന്ന് പറഞ്ഞാൽ ദൈവ സന്നിധാനത്തിൽ നിന്ന്, ദൈവസഭയോട് നിന്ന്, കൃപയിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോയത് എന്ത്? അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ്
ദൈവസഭയോട് പറയുകയാണ്, ദൈവജനത്തോട് പറയുകയാണ്. അവൻ നിങ്ങൾ കുടുംബത്തിനകത്തിരിക്കുന്നവരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പരിവർത്തന മക്കളൊക്കെ ഉള്ളവരാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഴിപാടുകൾക്ക് നിങ്ങൾ മനസ്സ് വെച്ചത് എന്താ? നിങ്ങൾ കൃപയിൽ നിന്ന് ആ മനസ്സ് വെച്ച് പുറകിൽ പോകാൻ കാരണം എന്ത് എന്ന് പൗലോസ് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അനേക ജനങ്ങള് ഇന്ന് ഒട്ടുമൊത്തം സഭകളെ എടുത്തു നോക്കുമ്പോൾ ഞാൻ എന്റെ ആത്മീയമായിട്ടുള്ള ബന്ധങ്ങളും എന്റെ ആത്മീയമായ ജീവിതത്തെ ഞാൻ എടുത്തു നോക്കും. 45 വർഷത്തിന് പുറത്തായി വിശ്വാസത്തിൽ വന്നിട്ട്, പക്ഷെ അന്നത്തെ കാലത്തിന്റെ വിശ്വാസം, അന്നത്തെ കാലത്തിന്റെ ആത്മീയത, അന്നത്തെ കാലത്തിന്റെ ആത്മീയ പക്വത ഇന്ന് സഭഘടകത്തില്ല. പ്രൈസ് ദി ലോർഡ്. വചനമായിട്ട് പഠിച്ചു നോക്കുമ്പോൾ ഇന്ന് എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? പാസ്റ്റർ വന്നു എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കൈവയ്ക്കും മറിഞ്ഞു വീഴുന്നു. ഇങ്ങനെ സ്തോത്രം കൈയെടുത്ത് ഇങ്ങനെ കൈ കാണിക്കുന്നു. വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം നമ്മൾ സ്ഥാപിക്കുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ചെയ്തതിന് വലിയ അത്ഭുതങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. അതെ, ചെയ്യുമെന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്ക്, മൊബൈൽ എടുത്ത് നോക്ക്. സ്തോത്രം. നമ്മുടെ നിമിത്തം നമ്മൾ കർത്താവ് യേശു ക്രിസ്തു നാമത്തെ ചൊല്ലുന്ന നമ്മളെ ഇടയിൽ തന്നെ, സ്തോത്രം, ജനത്തിനിടയിൽ തന്നെ, സഭയുടെ ഇടയിൽ തന്നെ, കുടുംബങ്ങളുടെ ഗോത്രങ്ങളുടെ ഇടയിൽ തന്നെ അനേകം രക്ഷിക്കപ്പെടുവാൻ താമസിക്കുന്ന കാരണം നമ്മളെ പ്രവൃത്തി ശരിയല്ല, നമ്മുടെ സാക്ഷ്യമില്ലെന്ന്. എത്ര പേര് പറയും സാക്ഷ്യമുണ്ടെന്ന്? നമ്മൾ എഴുന്നേറ്റ് വന്നുകൊണ്ട് സാക്ഷ്യം പറയുന്നതല്ല സാക്ഷ്യം. കർത്താവ് ഒരു അത്ഭുതം ചെയ്ത പറഞ്ഞോ, പക്ഷേ സ്തോത്രം, നീ ദൈവത്തിന് മുൻപിൽ നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കുടുംബം തകർന്നിരിക്കുമ്പോൾ അവനോട് മനസ്സലിയുവാൻ, പ്രാർത്ഥിക്കുവാനും നിനക്കൊരു മനസ്സുണ്ടായിരിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സാക്ഷ്യം തൊട്ടടുത്തുണ്ടാകട്ടെ, നമ്മുടെ പ്രവർത്തനം തൊട്ടടുത്തുണ്ടാകട്ടെ, നമ്മുടെ സാക്ഷ്യം നമ്മുടെ സഹോദരനിടയിൽ ഉണ്ടാകട്ടെ. ചിലപ്പോൾ നമ്മളെ വിമർശിക്കുന്നവരായിരിക്കും. നമ്മൾ അവരെ കുറിച്ചൊന്നും പറയണ്ട, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, പൗലോസ് പറയുന്നു. അടുത്ത പദം വായിച്ചാട്ടെ, തമിഴോട്ട്. ബലനറ്റതും വെറുതെ കണ്ടോ, മനുഷ്യർ ഓടുന്ന ഓട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയും. ഒരു സഹോദരി, ഈ സഭയിലോ മറ്റു സഭയിലോ ഉള്ളതല്ല, വേറെ ഒരു ചർച്ചിൽ, ആത്മീയ ചർച്ചില് ഇരുന്ന ഒരു സഹോദരി, ആ സഭയിൽ ദൈവദാസന് കൃപയില്ല. ഞാൻ ഒരുപാട് അനുഭവങ്ങളാണ് പറയുന്നത്. കാരണം 28 വർഷം കൊണ്ട് സഭയിലിരിക്കുന്ന അനുഭവങ്ങളാണ്. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ സഹോദരി ഓടി വന്നു, പ്രാർത്ഥനയ്ക്ക് ഓടി വന്നു. ഞാൻ സ്തോത്രം പള്ളിയിൽ വന്ന് പിശാചാടി. ഞാൻ ആ സഹോദരി എന്ത് ചെയ്തില്ല, പ്രാർത്ഥിച്ചു. പോകാൻ പറഞ്ഞു. സഹോദരി ഞാൻ പ്രാർത്ഥിക്കില്ല. നിങ്ങളായിരുന്നു എന്ത് ചെയ്യും? സഹോദരി സാമ്പത്തികമുള്ള സഹോദരിയ, കാശുള്ള സഹോദരി. ഞാൻ പ്രാർത്ഥിച്ചില്ല. അവർക്ക് പള്ളിയിൽ വന്നു. സ്തോത്രം, പിശാചാടിയപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഞാൻ പറഞ്ഞു, സഹോദരി പോകാൻ പറഞ്ഞു. നിനക്കൊരു ഇടയനുണ്ട്, നിനക്കൊരു ആത്മീയ പിതാവുണ്ട്, നിന്നെ വെട്ടിയെടുത്ത കനികർപ്പമുണ്ട്, നിനക്ക് വേണ്ടി നിലവിളിച്ച ഒരു പാസ്റ്ററുണ്ട്, നിന്റെ കാട്ടതിൽ ഉപകരിച്ച ഒരു പാസ്റ്ററുണ്ട്. ആ ദൈവദാസൻ പ്രാർത്ഥിച്ച ഭൂതം പോകും, ഞാൻ പ്രാർത്ഥിച്ച പോകത്തില്ല. പക്ഷെ പോയാലും നിന്റെ പ്രവൃത്തി ശരിയല്ല. വരുമ്പോ വീണ്ടും വരും. എന്നെ വഴക്ക് പറയും, ദൈവത്തെ ദുഷിക്കും. നീ പോയടത്ത്, നീ നിൽക്കുന്നിടത്ത് ഫലം കൂടെ അവിടെ പോ. സ്തോത്രം. എന്താ പറയുന്നത്? ഞാൻ ഉപദേശത്തിന് നിൽക്കുന്നത്. വേറൊരു സഹോദരി വന്നു. അപ്പൊ അതേ പെട്ട അവരുടെ സ്തോത്ര സഹോദരിയുടെ വേറൊരു കുടുംബത്തിൽ നിന്ന് ഒരു കാശ് കൊണ്ടു. ഞാൻ പറയും, കാശ് ഇവിടെ വയ്ക്കരുത്. ഞാൻ കുറച്ച് പറ്റുന്നതായിരിക്കും. ഞാൻ വാങ്ങി ദേവദാസനാണ്, വിളിച്ചു പോകും. ഹല്ലേലൂയ. കൊച്ചിലെ കണ്ടതല്ലേ, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പണമുള്ളവനാണെന്ന് വിളിച്ച് ഉറച്ചു. ഞാൻ ഇന്നലെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം സ്തോത്രം, ദൈവവേല ചെയ്യുന്ന കണ്ടപ്പോൾ
ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അമ്മ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ ഒരു ഭാഗ്യം കൂടെ ലഭിച്ചല്ലോ. ദൈവദൂത് വെറുതെ പോയില്ല. സ്തോത്രം. ആ കാശ് വാങ്ങിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു നീ പോകുന്ന ചർച്ചില് ആ ദൈവനാഥ അപ്പൊ ആ സൗകര്യം പറഞ്ഞു ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. അവിടെ ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തു മാസ്റ്ററേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഈ കാശ് വാങ്ങിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എന്റെ പിള്ളേർക്ക് അരി വാങ്ങിച്ചാൽ ആമേ അത് നല്ലതല്ല. ആമേ സ്തോത്രം. അത് എനിക്ക് ശാപമായി തീരും. എനിക്ക് വരേണ്ടത് എനിക്ക് വരും. അതുകൊണ്ട് ഈ നേരെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ വാങ്ങിച്ചില്ല. യാഗപീഠത്തെന്ന് പറയുക, യാഗപീഠത്തെന്ന് പറയുക. എടോ ഞാൻ യാഗപീഠത്തെന്ന് പറയുകയാണെന്ന്. നീ കേട്ടാലും കൊള്ളാം കേട്ടില്ലേം കൊള്ളാം. ആമേ നീ ചെയ്യണം. നീ ചെയ്തിട്ട് വന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിന്റെ വീട്ടിനകത്ത് നീതി സൂര്യൻ ഉദിക്കും. ഇതിന്റെ അപ്പുറം ഇനി ഉപദേശമൊന്നും നിന്റെ തലയിൽ കയ്യൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉപദേശത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത് ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവൻ. ഞാൻ ആരെയും എനിക്ക് മലക്കം മറിക്കാനോ എനിക്ക് അത്ഭുത വരങ്ങളുണ്ടെന്നോ രോഗശാന്തി ഉണ്ടെന്നോ ഒന്നുമില്ല. എനിക്ക് ആവശ്യമുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ സന്നിധിയില് ഞാൻ വെളിപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങൾ പ്രാർത്ഥിച്ച സഭ വളരും. നിങ്ങൾ ഐക്യപ്പെട്ട സഭ വളരുന്നേ. വേദപുസ്തകം പറയുന്നു 30 തേട് വേഗം അറ്റേ പോകൂല്ല. ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവത്തിന്റെ സഭയെ 30 തേട് അറ്റുപോകില്ലെന്നേ. പ്രാർത്ഥിച്ചു നോക്കുന്ന എന്റെ ഏത് വിഷയത്തിനും, നിന്റെ കുടുംബത്തിലാകട്ടെ, നിന്റെ മക്കളാകട്ടെ, നിന്റെ തലമുറയാകട്ടെ, ഏത് വിഷയത്തിനും ഒന്ന് ശക്തമായി പ്രാർത്ഥിച്ചു നോക്ക്. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോ മയിലുകളുടെ അപ്പുറത്ത് പ്രാർത്ഥന കേട്ട് അവിടെ സൂര്യൻ ഉദിക്കും. നിന്റെ വീട്ടിനകത്ത് നന്മ വരും. അതാർക്കും ചെറുക്കാൻ പറ്റിയില്ല. ആദ്യം ചെയ്യേണ്ടിടത്ത് ചെയ്യണം. പിന്നെ നമ്മൾ ഒരുപാട് ഈ കാര്യങ്ങൾ താഴോട്ട് ചില ഭാഗങ്ങളുണ്ട്. ഒന്നോട് വായിച്ചിട്ട് ഞാൻ താഴോട്ട് വരാം. ബലനറ്റ് വേണ്ട, ബലനറ്റ് വേണ്ട, ബലനറ്റത് നമുക്ക് നമ്മളിവിടെ പറയുന്നു ബലന് വേണ്ടി പ്രാർത്ഥിക്കുക. ബലനറ്റ് കിടക്കുക ദൈവസഭ. നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കുന്നു? ബലനുണ്ടായി. ബലൻ അറ്റുപോയി, കൃപയിൽ നിന്ന് അറ്റുപോയി. ദൈവ സ്നേഹത്തിൽ നിന്ന് അറ്റുപോയി, ദൈവ ആലോചനയിൽ നിന്ന് അറ്റുപോയി, ദൈവദാസന്മാരുടെ മൂപ്പന്മാർ കീഴ്പ്പെടാതിരുന്ന് അറ്റുപോയി കിടക്കുന്ന ജീവിതത്തെ കണ്ടുപണിയണം. സ്തോത്രം. അതാ വേദപുസ്തകം പറഞ്ഞത്. അതിന് നിൽക്കട്ടെ. ഞാൻ വേറൊരു ഭാഗം കൂടെ ഞാൻ മുമ്പോട്ട് പോകാൻ പോകുന്നു. അതേ 1 പത്രോസിന്റെ ലേഖനം. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 5-ാം വാക്യം വായിച്ച് ഈ വാക്യം മറച്ചു കളയരുത്. അന്തപടി ഇളഞ്ഞരെ ആരാ എന്തോന്ന് പറയുന്നേ? ഏതാ മൂപ്പൻ? നമ്മുടെ വീട്ടിലിരിക്കുന്ന മൂപ്പനാണ്. ഏതാ മൂപ്പൻ? എന്നോട് ഏതാ മൂപ്പൻ? നിങ്ങളെ വീട്ടിലിരിക്കുന്ന മൂപ്പനാണ്. നാളെ പുള്ളി അവിടെ ഇല്ലെങ്കിൽ പുള്ളി ചിലപ്പോ 1 മാസം വിദേശത്തിൽ പോയി. ഇതായിരിക്കും നടത്തിപ്പുകാരൻ. നമ്മൾ അറിയുന്നില്ല. അത് ഞാനവിടെ ഇരുന്ന് ഞാനാ മൂപ്പൻ. ഇപ്പൊ അവിടെ ആരും ഇല്ല, ഇവർ രണ്ടുപേരില്ല. പുള്ളിയെ വിളിച്ച് ദൈവം എന്ത് ചെയ്യുന്ന ഒരാളിനെ കടമെടുത്ത് ഒരാഴ്ചക്ക് ഇവിടെ ഇരുത്തി. ആ വ്യക്തിയും ഇവിടെ ഇരിക്കുന്നവരോട് വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനല്ല, ഇവിടെ ഇരിക്കുന്ന ജനത്തെ ഒന്ന് 1 മാസം ഒരാഴ്ചക്ക് എന്ത് ചെയ്യണം? ശുശ്രൂഷ ആരാധന നടത്താൻ അവിടുത്തെ മൂപ്പന് കീഴ്പ്പെടാൻ. സ്തോത്രം പറഞ്ഞില്ല. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വചനം പഠിക്കണം. ഈ വചനം പഠിക്കാതെ അപ്പുറത്ത് അത്ഭുതം നടക്കുന്നു, ഓരോ അത്ഭുതം നടക്കുന്നു പറഞ്ഞാൽ അത് നടക്കില്ല. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആളും പേര് പറയുന്നില്ല, എങ്കിലും ഒരു വ്യക്തി നമ്മുടെ ചർച്ചിൽ കടന്നു വന്ന അനുഭവം കൊണ്ട് പറയുകയാണ്. ആ സഹോദരി വന്നിട്ട് സ്തോത്രം, ഒരു യൗവനക്കാരിയാണ്, കല്യാണം ആയില്ല. ആ സഹോദരി കടന്നു വന്നു. ആ സഹോദരി ഭയങ്കരമായി കൈയടിക്കുന്നു, പ്രാർത്ഥിക്കും. ഞാനൊന്ന് ഉറ്റുനോക്കി ശ്രദ്ധിക്കുമ്പോൾ അവളെ മുഖത്തിൽ ഒന്ന് നോക്കിയിട്ട് അവള് കണ്ണൊന്ന് വെട്ടി കണ്ണൊന്ന് പരക്കം പായി. ഈ പരക്കം പായപ്പോ ഞാൻ ഉടനെ മനസ്സിലായി, നിന്റെ വലിയ സർപ്പത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിരിക്കുക. വത്സർപ്പത്തിന്റെ ആത്മാവ് നമ്മളൊന്ന് പ്രവചിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. അവളൊന്ന് നോക്കിയതേ ഉള്ളൂ.
ഞാൻ അവളെ ഒന്ന് നോക്കിയപ്പോ പരിശുദ്ധാത്മ പറയുന്നു, അവളെ ഉള്ളിനകത്ത് ഒരു വലിയ സർപ്പത്തിന്റെ ആത്മാവിരിക്കുന്നു, അവളെ ജീവിതം ശരിയല്ല, ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. വലിയ സഭയിലാണ്, 6500 ജനമുള്ള ചർച്ചിലാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര ചർച്ച്? 6500 ഉള്ള ജനത്തിനിടയിലാണ് ഈ ഒരു കുഞ്ഞിനെ നോക്കേണ്ട പ്രാഗൽഭ്യമില്ല. ആ കുഞ്ഞ് എങ്ങനെയോ തെള്ളിത്തെറിച്ച് ഒരു ദിവസം വന്നു, പിന്നെ അത് വന്നില്ല. ആ ഒറ്റ ദൂത് അത് കഴിഞ്ഞ് ഒരു ദിവസത്തെ ആരാധനയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ആ സഹോദരൻ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അവര് പറയുന്നു, അങ്ക വന്നാ എங்களுக்கு റെഡും ബ്ലാക്കും ഒക്കെ ഉണ്ട്. ഞാൻ ഉടനെ കണ്ടു, മക്കളെ ഇതൊക്കെ സഹോദരൻ കയ്യിൽ കിടക്കുന്ന റെഡും ബ്ലാക്കും ഒക്കെ ഒന്ന് മാറ്റണം, നിന്റെ ജീവിതത്തൊന്ന് കടപിടിക്കണം, നിന്റെ മുഖഭാവം ഒന്ന് മാറ്റണം, നിന്റെ അപ്പനമ്മയ്ക്ക് കീഴ്പ്പെടണം, നിന്റെ അമ്മയ്ക്ക് നീ കീഴ്പ്പെടണം, നിന്റെ അപ്പന് കീഴ്പ്പെടണം, വയസ്സിന് മുതിർന്നവരുടെ വാക്കുകൾ കീഴ്പ്പെടണം. നീ ആരോ വാക്കിന് കീഴ്പ്പെടാതെ എത്തിച്ചാടിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് നിനക്ക് കീഴടങ്ങാതെ ഇരിക്കുന്നുണ്ട്. ഈ ആത്മാവ് നിന്നെ വിട്ടുപോകുന്നില്ല. ഈ പിശാച് വിട്ടുപോകണമെങ്കിൽ ആദ്യം ഉപദേശത്തിന് കീഴ്പ്പെടണം. ശരിയല്ലേ? ഉപദേശത്തിന് എന്ത് ചെയ്യണം? മൂപ്പന് കീഴ്പ്പെടണം, വാക്കിന് കീഴ്പ്പെടണം. ഞാൻ ആരെയും കുറ്റം, നിങ്ങൾ എൻ്റെ എല്ലാവരും കൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറെ ചെവരുമില്ല വിട്ടു പോവാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളെന്നെ തള്ളിയിട്ടുകളല്ലേ, ഞാൻ ഉള്ളതാ പറയുന്നേ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, ദൈവവചനത്തിന് വേണ്ടി ആരുടെ വാക്കുകൾക്കോ സാമ്പത്തികത്തിനൊന്നും അല്ല നിൽക്കുന്നത്. ദൈവവചനം സംസാരിക്കണം. ഇന്നലെയും രാത്രിയും ഞാൻ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥന നടക്കുമ്പോ സ്തോത്രം വിളിച്ച ഞാൻ ദൈവവചനം സംസാരിച്ചു നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. മൈക്കൂടി സംസാരിച്ചു നടക്കുക. അപ്പോൾ കർത്താവ് പറയുന്നു, മക്കളെ നീ ഒരു കാര്യം മറക്കരുത്. സ്തോത്രം. എന്നോട് പറയും, ഞാൻ പിന്നെ എന്തോ ചെയ്യാം, ഒരു കാര്യവും മറക്കരുത്. അപ്പണ പറയുന്ന ദൈവനെ ഇന്നലെ സംസാരിച്ചു. ഞാൻ പിന്നെ എനിക്ക് ഉറക്കമോ ക്ഷീണവും ഉണ്ട്, എന്നാലും ദൈവത്തിന്റെ ദർശനമല്ലേ, ദൈവം എന്നോട് സംസാരിക്കല്ലേ. ദൈവത്തോട് നിങ്ങൾ നിന്ന് നോക്ക്, ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവം സംസാരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കും അങ്ങനെ ദൈവം സംസാരിക്കില്ല. ദൈവം സംസാരിക്കും. യോബിന്റെ പുസ്തകം 35:15 ഒന്ന് വായിച്ചു. കിട്ടിയില്ല. അതിൽ 34:15 വായിച്ച. 33:15. അത് തന്നെയാണ്. 33:15. ആ ആ ആ മതി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ മലയാളി ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യന് കാടനിദ്ര വരുമ്പോൾ, ശ്രദ്ധിക്കുക, മനുഷ്യന് കാടനിദ്ര വരുമ്പോൾ ആ കാടനിദ്ര ഉറങ്ങിക്കിടക്കും. രാത്രിയാമങ്ങളിൽ അവന്റെ ചെവിയെ തുറന്ന് ദൈവം അവന് ദർശനം കൊടുക്കുമെന്ന്, ദൈവം അവനോട് സംസാരിക്കുമെന്ന്. ദൈവത്തിന്റെ കഴിവൊന്ന് നോക്കണം കേട്ടോ. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഇങ്ങനെയൊന്നും അറിയുന്നില്ല. ദൈവം എങ്ങനെ നമ്മളത് സംസാരിക്കുമോ? അതാ ഞാനിങ്ങനെ പറഞ്ഞത്, ദൈവം നമ്മോട് സംസാരിക്കുക. പ്രഭാതം വരെ ദൈവം സംസാരിക്കണം. ഞാൻ മയക്ക് പിടിച്ച് സംസാരിച്ചുകൊണ്ട് കിടക്കുന്നതിനെ കുറിച്ച് കേട്ടോണ്ട് കിടക്കുക. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് രാത്രിയാമങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവം നമ്മോട് സംസാരിക്കുന്നു. നാളത്തെ കാര്യത്തെ കുറിച്ച് ദൈവം സംസാരിക്കുന്നു. വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. സഭയെക്കുറിച്ച് തന്റെ മൂപ്പനോട് അറിയിക്കും. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നേ. പത്രോസിന്റെ ലേഖനം വരാം. ഇത് പിന്നത്തേക്ക് കൊണ്ടുവരാം. നിങ്ങളെ ഓർമ്മയ്ക്ക് വേണ്ടി വചനങ്ങൾ തെളിവിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ വല്ലതും ഉണ്ടോ എന്ന്. 1 പത്രോസിന്റെ ലേഖനം 5 മൂപ്പന്മാർക്ക് കീഴടങ്ങാൻ അന്തപടി ഇളഞ്ഞരെ. ഞാനിത് പറഞ്ഞു വരുന്നതെന്നറിയാമോ? കൃപയിൽ നിന്നകർന്ന് സത്യത്തിന് വേണ്ടി നിലനിൽക്കാതെ പോകുന്ന ദൈവികമായ കൃപയിരിക്കുന്നു എന്ന്, വെളിപ്പാടിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യരുടെ മുമ്പിൽ പറയുന്ന ദൈവദൂതുകളാണ് ഈ വെളിപ്പാടുകൾ, ഈ വചനങ്ങൾ. വായിച്ചേ, മൂപ്പന്മാരെ, മൂപ്പന് കീഴ്പ്പെടുങ്ങൾ നിങ്ങൾ എല്ലാരും. എങ്ങനെ ഇരിക്കണം? ഒരു പേർക്ക് ഒരു ഞായറാഴ്ച വരുമ്പോൾ കർത്തൃമേശ എടുക്കുമ്പോൾ മാത്രമല്ല, ഒരു ദിവസം അതിനു മുമ്പ് കീഴ്പ്പെടും. അതും കൂടെ പറയുക. അതിനു മുമ്പ് പിണങ്ങിയിരിക്കുന്നിടത്ത് എന്ത് ചെയ്യണം? ഈ യോഗ നടക്കുമ്പോൾ പിണങ്ങിയിരിക്കുന്നിടത്ത് നിരന്നിട്ട് ഓടി വന്ന് എന്ത് ചെയ്യണം?
மைனி நான் உங்களோட ஒரு பிணக்கம் உண்டாയിരുന്നു அதனால இந்த பிணக்கத்தை நான் சீக்கிறேன் നിങ്ങൾ പള്ളിയിൽ ആരാ നടക്കുന്നത് നമുക്കൊരു ഐക്യം ഉണ്ടാകണം സാത്താൻ ഓടണം നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ നിങ്ങൾ ആരും ഒന്നും പറയാം പുറകിലിരിക്കുന്ന ഒരു ചിരി പോലും ഇല്ല അവരെന്ത് പിണങ്ങിയിരിക്കും പോലെ അമ്മ ഇത്രയും പറഞ്ഞപ്പോ അവർ പിണങ്ങിയിരിക്കും പോലെ ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ആമേ സ്തോത്ര പരിശുദ്ധാത്മാവിനോട് പറയുന്നു ആമേ നിങ്ങൾക്ക് ഒരുവർക്കൊരുവർ കീഴ്പ്പെടുങ്ങൾ ഐക്യമായിരിങ്ങൾ മനത്താഴ്മയുള്ളവர்கள் മനത്താഴ്മകൾ ഈ മനസ്സിനകത്തൊരു താഴ്മ വേണം കേട്ടോ പള്ളിയിൽ വരുമ്പോ നമ്മൾ വന്നിട്ട് കാര്യം പള്ളിയിൽ വന്നാൽ മാത്രം പോരാ മനത്താഴ്മ വേണം മനത്താഴ്മ വേണം ഭാര്യ ഭർത്താവിനോട് മനത്താഴ്മ വേണം ചിലപ്പോ വിദേശത്തിരിക്കുന്ന ആള് ഒന്ന് ചണ്ട പിടിച്ചെന്ന് പറഞ്ഞാൽ പല ടെൻഷൻ കൊണ്ടായിരിക്കും അവൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ചിലപ്പോ ഒരു തെറി വിളി വിളിച്ചെന്ന് വരും രക്ഷിക്കപ്പെട്ട ഒരു തെറി വിളി വിളിച്ചെന്ന് വരും വിളിക്കുന്ന തെറ്റില്ല മാനസാന്തരപ്പെട്ടില്ലെന്നേ ഉള്ളൂ മാനസാന്തര വിളിക്കുന്ന തെറ്റില്ല മാനസാന്തര പെട്ടില്ല അതുകൊണ്ട് മാത്രമേ ഉള്ളൂ അയാളൊന്ന് വിളിക്കുന്നു ആത്രം കൊണ്ട് വിളിച്ചതാ സഹോദരൻ ഒന്ന് വിളിക്കട്ടെ സഹോദരി ഒന്ന് വിളിക്കണം തോന്നുന്നു ചീത്ത വിളിച്ചു അറിയാതെ ഒന്ന് വിളിച്ചു പോയി ഒന്ന് വിളിച്ചു തെറ്റല്ല അറിയാതെ ഒന്ന് വിളിച്ചു പോയി അറിയാതെ വിളിച്ചത് പിന്നെ നമ്മൾ കുറച്ച് തണുത്തതിന് ശേഷം അല്പം കഴിഞ്ഞിട്ട് എന്തിനാ നിങ്ങൾ ആ വിളി വിളിച്ചത് സ്നേഹം കൊണ്ടൊന്ന് വിളിച്ചു പോയി സ്തോത്രം എന്നെ അറിയാതെ വിളിച്ചു പിന്നെ എന്നെ വിളിക്കാന്ന് പിന്നെ ആരെ വിളിക്കാനാ പ്രൈസലോ വിളല്ലേ കോവിക്കല്ലേ ഒന്നറിയാതെ വിളിച്ചുപോയി വിളിക്കും അവരെ കാരണം കൊണ്ടൊന്ന് വിളിച്ചു പോവുകയാണ് സ്തോത്രം അവന്റെ ഉള്ളിൽ ദൈവകൃപയില്ല അതാ അറ്റുപോയത് നേരത്തെ പറഞ്ഞില്ലേ അറ്റുപോയി എല്ലാവരും പറയുന്നത് കൃപയിലായിരിക്കുന്നത് നിങ്ങൾ മക്കളെ ഇതിന്റെ അകത്ത് 100% ജഡത്തിന്റെ പ്രവർത്തിയാണ് ഹല്ലേലൂയ ഈ ജഡമെന്ന് പറയുന്ന വലിയൊരു സാധനമാണ് അത് നമുക്ക് പറഞ്ഞാൽ തീരാൻ പറ്റില്ല എന്നാൽ ഞാൻ തിരിച്ചു വരാം ആമേ മനത്താഴ്മ വേണം മനത്താഴ്മ ഭാര്യ ഭർത്താവിനോട് മനത്താഴ്മ വേണം ഭർത്താവ് ഭാര്യയോട് മനത്താഴ്മ വേണം മക്കൾ അമ്മയോട് മനത്താഴ്മ വേണം ഇങ്ങോട്ട് നിർത്തിയടാ സ്തോത്രം ആമ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ ആമേ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ ആമേ മക്കൾ അമ്മയോട് മനത്താഴ്മ വേണം ആമേ അമ്മയ്ക്ക് മക്കളോട് മനത്താഴ്മ വേണം അങ്ങനെ താഴ്മ ഉള്ളവർ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരുമ്പോ അവിടെ താഴ്മയില്ലാതെ സഭയിൽ വന്ന് താഴ്മ എടുത്തിട്ട് കാര്യമില്ല അവിടെ താഴ്മ ധരിച്ചിട്ട് നിങ്ങളുടെ സഭയിൽ മനത്താഴ്മ വേണം ആദ്യം നിങ്ങൾ ആരംഭിക്കേണ്ട വീട്ടില നിങ്ങളെ വീട്ടിൽ ആരംഭിച്ചിട്ടാണ് ആമേ സ്തോത്രം ദൈവസഭയിൽ വരേണ്ടത് ദൈവസഭ വരാതിരിക്കരുത് അത് പറഞ്ഞത് കൊണ്ട് പിണങ്ങിരുന്ന് കളയരുത് ദൈവസഭയിൽ വരണം ദൈവം നിങ്ങളെ രക്ഷിച്ച സഭയാണ് നിങ്ങളെ ആമേ കഷ്ടതയില് ഉപകരിച്ച സഭയാണ് നിങ്ങളെ കണ്ണുനീരൊഴുകിയ ഒരു സഭയാണ് നിങ്ങളുടെ വേദനയെ മാറ്റിയ ഒരു സഭയാണ് നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന ഒരു സഭയാണ് അത് നിങ്ങൾ മറന്നു കളയരുത് അതുകൊണ്ട് പിണങ്ങി ചർച്ചിൽ വീട്ടിലിരിക്കരുത് അവിടെയെല്ലാം മനത്താഴ്മ ഉള്ളവരായിരിക്കണം ആ മനത്താഴ്മ ധരിച്ചിട്ടാണ് ദൈവസഭയിൽ വരുമ്പോ ആമേ നമ്മൾ വാതിക്കൽ എത്തണ്ട ആമേ കേറ്റിൽ വരണ്ട വരുമ്പോ നമുക്കറിയാം നമ്മുടെ ദൈവദാസൻ അല്ലെ നമ്മുടെ ദൈവമക്കൾ നമ്മുടെ ശത്രു നമ്മുടെ മുമ്പിൽ വരുമ്പോ അവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നമുക്കൊരു സ്തോത്രം ചെയ്യാൻ തോന്നും കാരണം അകത്ത് ഒരു കളങ്കമില്ലല്ലോ വൈരാഗ്യമില്ലല്ലോ ചിലപ്പോ നമ്മളത് ചിന്തിച്ചു പോകും അങ്ങനെയാണോ മനത്താഴ്മ അടുത്ത് പെരുമയുള്ളവർ പെരുമ പെരുമ അതാണ് കൃപയിൽ നിന്ന് ചിലവർക്ക് പെരുമ നഗളമെന്നാ മലയാളത്തെ പറഞ്ഞിരിക്കുന്നത് നഗളം നഗളാത്മാവ് അവന് നഗളാത്മാവ് സ്തോത്രം ഹല്ലേലൂയ അവൻ ഈ നഗളം വന്ന പിന്നെ അവനെ പിടിച്ചു നിർത്താൻ വരില്ലോ ഉപദേശം പറഞ്ഞേ കേൾക്കില്ല വചനം പറഞ്ഞേ കേൾക്കില്ല ദൈവദാസന്മാർ കീഴ്പ്പടിയില്ല ദൈവസന്നിധാനത്തിൽ അനുസരിക്കില്ല അമ്മയപ്പന്മാരുടെ വാക്കിനനുസരിക്കില്ല സ്തോത്രം ഈ നഗളം വന്ന ചില കുഞ്ഞുങ്ങളൊക്കെ നിർബന്ധം പിടിച്ചു കിടക്കുന്ന കാണുന്നു ചില ഇത് കൂടുതലും ചില സാക്ഷ്യമുള്ള പെൺകുഞ്ഞുങ്ങളാണ് പെൺകുഞ്ഞുങ്ങളാ ചില ആമേ സ്തോത്രം ഒരു 10, 12, 14 വയസ്സൊക്കെ ആയ ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര നിറ്റം പോലും തൂക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അമ്മ പറയുന്ന പോലെ അനുസരിക്കാത്ത ചില കുഞ്ഞുങ്ങളുണ്ട് സാക്ഷിയൊക്കെ അറിയുന്ന അവരെ പറയുന്നത് ഇതൊക്കെ സാക്ഷിയൊക്കെ അറിയാം ഇതൊക്കെ അവിടെ അടുത്ത വീട്ടിൽ പോയി അതൊക്കെ മിറ്റം നോക്കൂ ചിലപ്പോ അമ്മായിയമ്മ തന്നെ സൂചി മെനരാത്ത നിർത്തിക്കളയും അമ്മായിയമ്മ സൂചി
എന്റെ ഭാര്യ കൊള്ളാൻ തോന്നുന്നു, ഞാൻ നോക്കിയപ്പോ. സ്തോത്രം. എങ്കിലും ചില കാഠിന്യം ഉണ്ടെന്നാ തോന്നുന്നു, ചില കട്ടൻ റൈറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കിടക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇതൊക്കെ പോട്ടെ. വീട്ടിന്റെ അകത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്കും ഞാൻ തരാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ തോടുന്നില്ല, പരസ്യം തോടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആളിന്റെ അന്തരീക്ഷങ്ങൾ കണ്ടും കൊണ്ട്, മുഖഭാവം കണ്ടും കൊണ്ട് അവരെ കാണാൻ കഴിയും. അതുകൊണ്ടാ പറഞ്ഞത് ആ ഭാഗത്തിൽ സ്തോത്രം, ഞാൻ ആ ഭാഗം വിടുന്നുണ്ട്. പോട്ടെ. അപ്പൊ ദൈവത്തിന്റെ സന്നിധാനം ചൊല്ലുമ്പോ 19 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഇന്നത്തെ മുഖാന്തരങ്ങളെ പഠിക്കുമ്പോ മൊബൈലൊക്കെ കിട്ടിയ പിന്നെ താഴ്മയില്ലാത്ത മക്കളുണ്ട് കേട്ടോ. അമ്മമാരുടെ മുമ്പിൽ സ്തോത്രം. ചിലർ പറയുന്നു കേട്ടിട്ടുണ്ട്, ഈ മകളെ ഞാൻ പ്രസവിച്ചത് കൊണ്ട് ഞാനിത് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചതും കൊള്ളായിരുന്നു എന്ന് പറയും. അങ്ങനെ പറയുന്ന അമ്മമാർ എത്രയോ എണ്ണമുണ്ട്. എന്റെ ചെവി കൊണ്ട് കേൾക്കുകയില്ലേ, പ്രാർത്ഥിക്കുകയില്ലേ. ആമേൻ. അതേപോലെ ആൺമക്കളെ കൊണ്ട് ഇങ്ങനെയൊക്കെ താഴ്മയില്ലാത്ത മക്കളുണ്ട്, അഹങ്കാരം പറയുന്ന മക്കളുണ്ട്, പിന്നെ അഹങ്കാരം പറയുന്ന അമ്മമാരുമുണ്ട്. പിന്നെ അതിനൊത്തവണ്ണം ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. ആദ്യം നിങ്ങളൊന്ന് ക്ലിയറായി സഹോദരി, ഒന്ന് ക്ലിയറായി പ്രാർത്ഥിര്. യേശുക്രിസ്തുവിന്റെ കൃപ ഇന്നതാണ്. കൃപ നകളിക്കുന്നില്ല, കൃപ താഴുന്നു. കൃപ കൃപിക്കുന്നില്ല, കൃപ പുകഴുന്നില്ല, കൃപ താഴുന്നു കേട്ടോ. കൃപയ്ക്ക് ഒരു മര്യാദ ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ പഠിച്ചു നോക്ക്. കാൽവരി നാഥനായ ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരം വഹിച്ചവൻ, ക്രൂശിച്ച വന്നവൻ, 39 അടി കൊണ്ടവൻ. അവനെ തുന്നിക്കെട്ടാൻ ഒരു ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ലെന്നാ വേദപണ്ഡിതന്മാർ പറയുന്നത്. അത്രമാത്രം യേശുവിനെ അടിച്ചു. 39 അടി അടി കൊണ്ടപ്പോൾ യേശുവിനെ ഉഴവ് ചാല് പോലെ കീറി മുറിച്ചു. ആ ഉഴവ് ചാല് പോലെ മുറിച്ച സ്തോത്രം ശരീരം മാംസമാണ്. ഞാനും നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ ആ കൃപയിൽ നീ ബലപ്പെടണം. ആ കൃപ നിനക്ക് ചോർന്നു പോകരുത്. ആ കൃപ നീ ചോർന്നു പോയിട്ട് പറയണം, എന്റെ കൃപയിൽ ചോർന്നു പോയി കർത്താവേ, ഞാൻ കൃപയിൽ ചോരാതെ എന്നെ നിർത്തണമേ. ഹല്ലേലൂയ. ഒരു സഹോദരൻ പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ആ കൃപ എന്ന് പറയുമ്പോൾ ആ ഉള്ളിന്റെ ഉള്ള ഞരങ്ങിക്കൊണ്ടിരിക്കരുത്, അത് എഴുന്നേറ്റ് പ്രകാശിക്കണം. അതുകൊണ്ട് ഇന്ന് അനേക കാര്യങ്ങൾ ദൈവജനത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ജനം ദൈവത്തോട് എന്ത് ചെയ്യുന്നില്ല, ഒപ്പന്തം അല്ലെങ്കിൽ അടുത്തു വരുന്നില്ല. നിഗളം, പുകഴ്ച. ഇന്നലെ നമ്മൾ കേട്ടു, കൃപ ദൈവത്തിന്റെ മഹത്വം വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? മഹത്വത്തോടെ പുകഴ്ച വരുന്നു. പുകഴ്ച എന്താണ്? ദൈവത്തിന്റെ കൃപയില് നമുക്ക് ദൈവം നന്മയെ കുറിച്ച് നമ്മൾ പുകഴുകയാണ്. ഇത്രത്തോളം കൊണ്ടുവന്നു, അത്രത്തോളം എന്നെ കൊണ്ടുവന്നു, ഉയർത്തിയല്ലോ എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ അല്ല. അടുത്ത പദം കൂടെ വായിച്ചോ. താഴ്മയുള്ളവർക്ക് താഴ്മയുള്ളത്. താഴ്മ. അവിടെ ആ കൃപ, താഴ്മ വേണം, താഴ്ത്തി കൊടുക്കണം. സ്തോത്രം. ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് സ്തോത്രം. ഹല്ലേലൂയ പറയുന്ന ആൾക്കാരുടെ അടുത്തല്ല ദൈവം കൂടെ ഇരിക്കുന്നത്. താഴ്മ വേണം, ഒരുപാട് താഴ്മ വേണം. ഒരുപാട് താഴ്മ ഉണ്ടെങ്കിലേ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവകൃപയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. നമ്മുടെ കുടുംബമായിരുന്നാലും മക്കളുടെ മുമ്പിലും നമ്മൾ ഒരുപാട് താഴ്മ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കളൊക്കെ വെളിയിലിറങ്ങത്തില്ല. അമ്മമാര് വീട്ടിൽ താഴ്മ ഉണ്ടെങ്കിൽ മക്കൾ അമ്മയുടെ അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വരുന്നവരല്ലേ പറഞ്ഞാട്ടെ, എന്റെ മക്കളെ എന്റെ വാക്കിന് കീഴടങ്ങിയിരിക്കുന്നവരല്ലേ പറഞ്ഞാട്ടെ. മതി പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മളൊരു കൂട്ടത്തിൽ ഇരിക്കുകയല്ലേ, നമ്മള് ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുകയല്ലേ. അപ്പൊ നമുക്കിതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ട് ഈ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുമ്പോൾ ഇത് അവരുടെ സ്വഭാവത്തന്മയ്ക്ക് മാറ്റം വരാത്ത പറഞ്ഞാൽ, നമ്മൾ ഏതിലും എടുത്താലും നമ്മൾ വാച്ചയ്ക്ക് നമ്മുടെ ഒരു വിമർശനം ഇല്ലാത്ത ചില വാക്കുകൾ, അത് താഴ്മയുള്ള, ഈ താഴ്മ ഇല്ലാത്തതിന്റെ ചില സ്വഭാവത്തന്മ കലാത്തിൽ സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. 52 സങ്കീർത്തനം 4 വാക്യം തൊട്ട് വായിച്ചേ. എല്ലാം ബൈബിളാണല്ലോ വചനങ്ങളിൽ. കണ്ടാ, കപടമുള്ള നാവേ സകലമാണ്. കപടം പറയരുത്. ദൈവസഭയിൽ ഉണ്ടോ? കൃപയുള്ളവന്റെ ഉള്ളിൽ എന്തിരിക്കാൻ പാടില്ല? ഇതിരിക്കാൻ പാടില്ല. നമ്മൾ പറയും അതാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാത്ത.
ദൈവ നന്മകൾ നമ്മുടെ വീട്ടിലുണ്ടാകട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ദൈവത്തിന്റെ വലിയ പ്രവർത്തനം. പണ്ടൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് എനിക്ക് എവിടെയൊക്കെയാണ് വീടുകൾ ഇരിക്കുന്നു കണ്ടങ്ങളെ, ഒരു വീട് യാതൊരു വീടിന് പോലും അറിയാൻ പറ്റില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു കൊച്ചു പേർഷയെന്നാണ് തോന്നുന്നത് വിദേശം. പക്ഷെ പേർഷയ്ക്ക് ഒത്തവണ്ണം എന്ത് ചെയ്യുന്നില്ല ജനം ജീവിതം. അങ്ങനെ പറയേ, അതുകൂടെ പറയുന്നത് നല്ലതാ. സ്തോത്രം. ആമേ ആമേ, അത് നല്ലതാ. പക്ഷെ വേദവത്വം പറയുന്നുണ്ടോ, അവിടെ സങ്കരിത്ത് പോടുവേ. കള്ളം പറയുന്നുണ്ടോ? ആമേ ഹല്ലേലൂയ. ഇവിടെ മൂപ്പനുകൾ അടങ്ങുമോ? പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുമോ? നിന്റെ തിറപ്പിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുമോ? എന്താ സ്തോത്രമൊക്കെ നിന്നോ? അയ്യോ, സ്തോത്രം നിന്ന് ഞാൻ സ്തോത്രം നിൽക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ബൈബിൾ തെളിവിക്കുക. എന്റെ അപ്പനെ ഞാൻ തെളിവിക്കുക. എന്റെ യേശുക്രിസ്തു എന്നെ രക്ഷിച്ചവനെ, എന്നെ ഉണ്ടാക്കിയവനെ ഞാൻ തെളിവിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സകല ശ്വാസം അവന് മുഖാന്തരം ഉണ്ടാക്കി. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയില്ല. അയ്യോ, അന്നേരം ഞാൻ പറഞ്ഞു ആ കാര്യം, അന്നേരം ഞാൻ മറന്നു. പക്ഷെ നിനക്ക് നന്മ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ പാസ്റ്റിനെ തൊഴിച്ചു കൂട്ടിയ ആരെ തൊഴിച്ചു? ദൈവത്തെ തൊഴിച്ചതാ. സ്തോത്രം. പാസ്റ്റിനെ തൊഴിച്ചത്, ദൈവത്തെ തൊഴിച്ചത്. ദൈവത്തിന്റെ രോഗ്യതനാ, ദൈവത്തിന്റെ വേലക്കാരനാ. അതേ മലായിക്ക് പറയുമ്പോൾ നീ അറിവ് അവനോട് ചോദിച്ചു പഠിക്കേണ്ടതല്ലേ? നിന്റെ കഷ്ടത വരുമ്പോൾ നിനക്ക് വേണ്ടി മധ്യത വഹിക്കുന്നവൻ, നിനക്ക് വേണ്ടി ഉപവസിക്കുന്നവൻ, നിനക്ക് വേണ്ടി തിറപ്പിൽ നിൽക്കുന്നവൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പാസ്റ്ററിനെ തൊഴിച്ചു കൂട്ടിയെന്ന്. എന്തിനാ പാസ്റ്റർ തൊഴിച്ചു കൂട്ടിയേ? പാസ്റ്റർ ഉപദേശം പറഞ്ഞു. എന്താ സഹോദരി നേരത്തെ വരാത്തെന്ന് ചോദിച്ചു. എത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ കടുപിടായിട്ടൊന്നും ഇറങ്ങും കേട്ടോ. വേദപുസ്തകം പറയും കപടം നാമെ സംകരിച്ചു കളയൂ. നിൽക്കാൻ പറ്റൂ? അനുഗ്രഹം വരണ്ടേ? നിന്റെ വീടിന് നന്മ വരണ്ടേ? നിന്റെ മക്കൾക്ക് നന്മ ഉണ്ടാകണ്ടേ? നിന്റെ വീട്ടിനകത്ത് വലിയ മാറ്റങ്ങൾ വരണ്ടേ? നിന്റെ ജീവിതത്തിൽ ദീർഘായുസ് ഉണ്ടാകണ്ടേ? സഹോദരി, നീ നഷ്ടപ്പെട്ടു പോകാനാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ നഷ്ടപ്പെട്ടു പോകാനാണോ ഈ യോഗം വെച്ചത്? ഈ യോഗം ഇവിടെ പറയുന്നത് കേട്ടു, അതൊരു വീട്ടുകാരാണ് യോഗം വെച്ചതെന്ന്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, നിങ്ങൾ യോഗം വെച്ചതൊക്കെ ശരി, നിങ്ങൾ വച്ചത് നല്ലത് തന്നെയാണ്. അത് ദൈവം നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം തരും. നിന്റെ യാഗം ദൈവം അംഗീകരിക്കുക. പക്ഷെ ഒരു കാര്യം, എന്റെ ജീവിത ശുദ്ധീകരണം വേണം. പ്രൈസ് ദി ലോർഡ്. യോഗം വെച്ചത് നല്ലതാ. വേദപുസ്തകം എടുത്ത് പഠിച്ചു നോക്കണം. യോഗം വയ്ക്കുമ്പോൾ തന്നെ ശുദ്ധീകരണം പ്രാപിക്കും. അത് ദൈവത്തിന് കണ്ടോ, നാവിനെ സംകരിച്ചു കളയുമെന്ന് പൈത്തൻ പറയുകയാണ്. നാവിനെ ആരാണ് അവിടെ? നിങ്ങൾ ടീം അയക്കുമ്പോൾ അമ്മിമേലക്കിനോടുകൂടെ ദാവീദ് പാടുമ്പോൾ പറയുന്നു, അമ്മിമേലക്കാരാണ് ഇവരെ തൊഴിച്ചു കൂട്ടണം. ആരെ? ദാവീദിനെ തൊലയ്ക്കണം. ദാവീദിനെ തൊലയ്ക്കാൻ പറ്റിയില്ല. ദൈവമക്കളെ, വേദപുസ്തകം എടുത്ത് പഠിച്ചു നോക്ക്. ദാവീദിനെ നീജാ എന്ന് പറഞ്ഞപ്പോൾ ദാവീദൊന്നും വേണ്ടിയില്ല. ദാവീദിനെ ശപിച്ചപ്പോൾ വേണ്ടിയില്ല. ദാവീദിന് കുത്തൂര് പറഞ്ഞപ്പോൾ വേണ്ടിയില്ല. കാരണമെന്നറിയാമോ? ദാവീദ് ദൈവത്തിന്റെ കൃപയിൽ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകം എടുത്ത് പഠിച്ചു പോകണം. അതുകൊണ്ട് ഞാൻ താഴോട്ട് വായിച്ച്, അടുത്ത് നിങ്ങൾ 52 സംഖ്യ താഴോട്ട് വായിച്ച്. കണ്ടോ? ദൈവം തന്നെ എന്നേക്കും. ഒന്നുകൂടെ അത് വായിച്ച് 5-ാമത്തെ വായിക്കും. പിടുങ്ങി കളയണ്ടോ? നിന്റെ വാതന്നെ വരെ പിളുത് മാറ്റിക്കളയും. രക്ഷപ്പെടാൻ പറ്റുമോ? കൃപ ഉണ്ടോ? സഭയോട് ചോദിച്ച കൃപ, ദൈവാലോചനയോടുള്ള കൃപ, എന്റെ ആത്മീയ ജീവിതത്തിലെ കൃപ വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ എന്തെങ്കിലും നിനക്ക് ചെയ്യുവാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കൊടുക്കുവാനുണ്ടെങ്കിൽ, എന്തെങ്കിലും മുടക്കങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ദൈവമായിട്ടുള്ള അടുപ്പം കുറഞ്ഞു പോയിട്ടെങ്കിൽ ഈ കൃപയിൽ നീ പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ കൃപയിൽ നീ പുതുക്കം പ്രാപിക്കണം. കൃപയിൽ നീ ബലപ്പെടണം. കൃപയിൽ നീ ശക്തി പ്രാപിക്കണം.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന കേട്ടോ, ഹല്ലേലൂയ, ആമേ, കൃപയും സത്യവും നിന്നെ വിട്ട് വിലകരുത്. കൃപയും സത്യം നിന്നെ വിട്ട്. ഇത് അവൻ നിന്റെ ഈ വചനം നിന്റെ കഴുത്തിന് എന്ത് ചെയ്യണം? പൂട്ടിയിട്ടിരിക്കണം. ചിലർ പറയുന്നു, എന്റെ പിള്ള വച്ചുംഭ്രാന്തും പറയുന്നു. ഒരു വിച്ചുംഭ്രാന്തും പറയില്ല, ഒരു ദുർസ്വപ്നം വരിയില്ല, ഒരു വാദം നിന്റെ കൂടെ തരില്ല, ഒരു മന്ത്രം നിന്നെ അണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. വരുന്നപ്പോൾ എന്തൊക്കെയൊക്കെ ആയിരുന്നത് ഇപ്പൊക്കെ വേറെ രീതിയിലായിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച ഇതിന്റെ ബലമൊക്കെ കെട്ടങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നേ. ഒന്ന് വിശ്വാസത്തിൽ അല്ലേലേ പറഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. ഇതിന്റെ ബലമൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അതിന് നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ ബലം കെടാൻ നമ്മുടെ ഐക്യമില്ലാത്തത് കൊണ്ടാ. ഇതിന്റെ ബലം കെടാൻ ആമേൻ ഒരുപാട് നേരം വേണ്ട. പരിശുദ്ധാത്മാവിനെ നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധൻ അത്ര പവർ ഉണ്ടെന്നേ. വേദപുസ്തകം എടുത്ത് അപ്പോസ്തല പ്രവൃത്തിയൊക്കെ പഠിച്ചു നോക്കുമ്പോൾ അവിടെ നിങ്ങൾ 8-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊന്നും വായിക്കണ്ട. ഇപ്പൊ ഗലാത്യർക്ക് ലേഖനത്തിൽ വരാം 9-ാം അധ്യായം. അതെ, ആ 9 തൊട്ടാണല്ലോ വായിച്ചത്. 4:9 തൊട്ട് താഴോട്ട് വായിച്ചേ. ബലനറ്റതും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാലത്ത് നമ്മൾ ഇതൊക്കെ ആചാരങ്ങളിലായിരുന്നു, ആചരിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ അതൊക്കെ വേണ്ടാന്ന് എറിഞ്ഞിട്ടാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നത്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ പിന്നെയും എന്ത് ചെയ്യുന്നു? മടങ്ങിപ്പോകുന്നു എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. ആമേൻ. നിങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു, നിങ്ങൾ അതിലേക്ക് തന്നെ ഉൾക്കൊള്ളുന്നു, നിങ്ങൾ അതിലേക്ക് തന്നെ പുറകോട്ട് കാല് വലിച്ചിരിക്കുന്നു എന്ന് ദൈവസഭയോടെ കൃപയിൽ നിൽക്കുന്ന ദൈവജനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അടുത്ത പദം നാൾക്കളെയും എന്ന് പറഞ്ഞാൽ നാളുകളെയും മാദങ്ങളെയും നോക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നാളി കരിനാളൊക്കെ നോക്കുന്നു. പെന്തക്കോസ്താണ് കൂടുതൽ നോക്കുന്നത്. നാള് നോക്കുന്നത്, കരിനാള് നോക്കുന്നത്, ഇന്ന നാള്. അത് ജാതികളെ വഴിയാ. അതാ ദൈവത്തിന്റെ വചനം പറയുന്ന ജാതികളെ വഴി നിങ്ങൾ എന്ത് ചെയ്യരുത്? പഠിക്കരുത്. ജാതികളെ വഴി ആമേൻ, സ്തോത്രം, യെരമ്യാവിൽ എഴുതിയിരിക്കുക. 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ജാതികളുടെ വഴി എന്താണ് എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ദൈവവചനമാണ് പറയുന്നത്. വേദപുസ്തകത്തില് 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞൊരു ജാതികളുടെ വഴിയും കർത്താവ് നിങ്ങളോട് പറയുന്ന വചനം കേൾപ്പി. പുറജാതിയുടെ മാർഗത്തെ അത് നിങ്ങൾ കൈക്കൊള്ളരുത്. ഒരു ഗോത്രം പറഞ്ഞാട്ടെ. പുറജാതികളാണ് ഇത് പറയുന്നത്, ചെയ്യുന്നത്. അവരാണ് നാളുകൾ നോക്കുന്നത്, അവര് ആചാരങ്ങൾ നോക്കുന്നു, അവര് അഞ്ഞളം നോക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ള വേണ്ടാത്ത കാര്യം എതിർപ്പ് നോക്കുന്നു. ഇന്ന് കൂടുതൽ നടക്കുന്നുണ്ട്. എതിർപ്പ് നോക്കുന്നു. അതാ വേദപുസ്തകത്തിൽ കൃപയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നോക്കാൻ പാടില്ല. എന്റെ ജീവിതത്തിൽ അതൊന്നും അല്ല. ഞാൻ ഇതൊന്നും ദൈവവചനത്തെ കുറിച്ച് ശക്തമായി പഠിപ്പിക്കാറുണ്ട് എന്റെ ചർച്ചയില്. പക്ഷെ എനിക്ക് ആ ഉപദേശം തന്നെ ഞാനിവിടെ പറയുന്നു. എനിക്കിതിലും മാറ്റമില്ല. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എന്നാൽ ഇവിടെ ജാതികളുടെ വഴി നിങ്ങൾ പഠിക്കരുത്. നാളും നാളിയും നോക്കുന്നവൻ ജാതികളെ വഴി പഠിക്കുന്നു, ജാതികളിലേക്ക് നടക്കുന്നു, ജാതകം നോക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കി നടക്കുന്ന മനുഷ്യരെ കർത്താവിന്റെ കൃപ നിന്നെ വിട്ട് അകന്നു പോകും. കൃപ നിന്നെ വിട്ട് അകന്നു പോകും. നിന്റെ അന്യഭാഷ ഒന്നും നിന്റെ ഉള്ളിൽ ഇരിക്കില്ല. ആത്മാവിന്റെ ഉണർവ് നിനക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ വരുന്ന ചില പിച്ചുംഭ്രാന്തി സ്വപ്നങ്ങളും പോരായ്മകളും നിന്റെ ജീവിതത്തിൽ വരുന്നത്. കുടുംബത്തിൽ സമാധാനമില്ലാത്തത്, അത് കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അത് ഈ കൃപയിൽ നിൽക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നല്ലോ. സങ്കീർത്തനം പറഞ്ഞതുപോലെ നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ദൈവത്തിന്. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ഇത് വരാൻ കാരണം, ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ഈ സന്തോഷമില്ലാത്ത വീട്ടിൽ കഷ്ടമുണ്ട് കേട്ടോ. വീടാണോ? കഷ്ടമുണ്ട്. ചില പൈസ ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. ലോൺ എടുത്ത ഇപ്പൊ ഒരുപാട് ലോണുണ്ട്. എന്താ? ഈസാപ്പ, യാക്കോബ്, ഈസാക്ക്, യോഹന്നാൻ, പത്രോസ്. എന്നെ മാത്രമേ പൗലോസിനെ മാത്രം കിട്ടാത്തവർക്ക് വായിക്കോ? പ്രൈസലോ, പ്രൈസലോ. എല്ലാം ഉണ്ട്. ഇസാക്ക് എന്ന് പറയുമ്പോ ഇസാക്ക്, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്.
എല്ലാരും വന്ന് നിൽക്കുക. അവരെല്ലാരും കൂടെ ഒറ്റക്കെട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ എങ്ങോട്ട് ഓടും? ആമേ സ്തോത്രം നാളെ കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് വാതിൽ അടച്ചിട്ടുണ്ട് ഉണ്ടായിരിക്കും. അയാൾ വന്ന കാണടിച്ചു ആമേ ഹണിയും ആമേ വെല്ല് വരെ ഓഫാക്കിയിട്ട് കളയും. കുഴപ്പമില്ല. പൈസ വാങ്ങിച്ചപ്പോ എന്തോ ഒരു സന്തോഷം. ഞാൻ മുടങ്ങാതെ തരുവേ, കണ്ടിപ്പാ തരുവേ. അവ ഈ പൈസ അയച്ചാച്ചൻ തന്നെ കണ്ടിപ്പാ തരുവേ, കണ്ടിപ്പ എല്ലാം കറക്റ്റ് ചെയ്ത് വന്ന് ആമേ സ്തോത്രം കൊടുത്തെല്ലാം കൂടെ വന്ന് നോക്കിയ പൈസ കയ്യിലില്ല. പിന്നെ തരാം. സ്തോത്രം നിങ്ങൾ പറയില്ലെന്ന് എനിക്ക് ചിരിക്കുന്നുണ്ട്. എന്താണ് എനിക്കറിയില്ല. എന്താണ് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തോ. പിന്നെ നിങ്ങളുടെ തലയ്ക്ക് കരം വയ്ക്കേണ്ട ആവശ്യമില്ല. പ്രൈസലോ. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നത് നോക്കണം. നാളുകളെയും നാളെയും നോക്കി നടക്കുന്ന ആമേ ആചാരം നോക്കി നടക്കുന്ന മനുഷ്യ, നീ ദൈവത്തിൽ നിന്നും വിഴുന്നുപോയി, നീ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നിന്റെ വീട്ടിനകത്ത് യേശുവില്ല, നിന്റെ വീട്ടിനകത്ത് ദൈവപ്രവൃത്തി ഇവിടെ കാണാൻ പറ്റിയില്ല. ദൈവത്തോട് നിനക്ക് ആമേ ബന്ധം പുലർത്താൻ പറ്റിയില്ല. ആമേ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വന്നാൽ നിനക്ക് കോട്ടവായി വരും, നിനക്ക് ഉറക്കമേ വരത്തുള്ളൂ, പ്രാർത്ഥന വരത്തില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കൃപ നിന്നെ വിട്ടു വിലകരുത്. ആമേ സത്യം നിന്നെ വിട്ടു വര. സത്യം എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രമേ സത്യം. ആ സത്യത്തിൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ നമ്മൾ സത്യത്തിന്റെ മാർഗത്തിൽ നടക്കുന്നു എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ട് അടുത്ത പദം കൂടെ വായിച്ചേ. അടുത്ത് ഞാൻ നിങ്ങൾക്ക് അധ്വാനം. സഭയോട് ചോദിക്കുക, സഭ ധ്യാനത്തോട് ചോദിക്കുക, ഗലാത്യ സഭയോട് ഞാൻ നിങ്ങൾക്ക് അധ്വാനിച്ചതും ഞാൻ അധ്വാനിച്ച് വീണായിപ്പോ നഷ്ടമായോ? ഞാൻ പ്രയാസപ്പെട്ട് നഷ്ടമായോ? ഞാൻ പ്രാർത്ഥിച്ച നഷ്ടമായോ? ആമേ. ദൈവജനത്തെ കുറിച്ച് ഭയപ്പെടാ, വാക്ക് പേടിച്ചായിരിക്കും ഇതൊക്കെ പറയുമ്പോ. നാളെ ആമേ സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മാത്രം നേരത്തെ ഫോണൊക്കെ കൊടുത്ത് പറഞ്ഞ് കാര്യങ്ങളെ ക്രമീകരിച്ചോ? വാക്ക് അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുന്നുണ്ടോ? ബൈബിൾ ഇരിക്കും നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, ആട്ടിൻകൂട്ടങ്ങളുടെ ജീവിതം. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാൻ കാര്യം? അതേ, നിങ്ങൾക്ക് എസെക്കിയേൽ പ്രവചനം നിങ്ങൾ കറക്റ്റ് ദൂത് തെളിവിച്ചു തരാം. ഈ ദൂത് കറക്റ്റ് ഇപ്പൊ തെളിവിച്ചു തരാം. ആമേൻ സ്തോത്രം. 34-12 വാക്യം വായിച്ച്. എസെക്കിയേൽ 34-12 വാക്യം. ആമേ. ഒരു മേപ്പൻ സദറുണ്ട് ആടിൻ നടുവേ, മന്തയെ തേടിക്കൊണ്ടിരിക്കുന്നത് പോലെ ഞാൻ ആടുകളെ തേടി. ആമേ. എന്തോന്ന് പിടിച്ചിരിക്കുന്നേ? ഇനി മതിയല്ലേ. ഈ പിടിച്ചിരിക്കുന്ന ഈ ആടിനെ നമ്മൾ കരം വെച്ച ഇനി ഇളന്നിട്ട് വരും. ആദ്യം നിങ്ങൾ തന്നെ കുടഞ്ഞെറിയണം. മപ്പും മന്ദാരം. ഇപ്പൊ മനസ്സിലായല്ലോ? മപ്പും മന്ദാരം പിടിച്ചിരിക്കുക. മനസ്സിലാക്കണം. അപ്പം ആടുകളെ മേച്ചുകൊണ്ട് നിൽക്കുമ്പോ ആടുകളെ മേയ്ക്കുന്നു. ആടിന്റെ എണ്ണം ആടുകളെ നടത്തി വരുമ്പോൾ ഈ ആട് എവിടെ പോയി മേഞ്ഞ് മപ്പും മന്ദാരം പിടിച്ചു പോയി. ജനം തണുത്തുപോയി, ആത്മീകം തണുത്തുപോയി, വിശ്വാസം തണുത്തുപോയി, കൃപയും തണുത്തുപോയി. ഇപ്പൊ അവരെന്ത് പറയുന്നു? പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങോട്ട് നീങ്ങേണ്ടത് എനിക്കൊരു ആലോചന കിട്ടണം. ആലോചന കിട്ടിയാൽ അവന് പ്രാർത്ഥിക്കാൻ ദൈവം നിനക്ക് ആലോചന തരും. വിശ്വസിക്കുന്നല്ലേ പറഞ്ഞു? വിശ്വസിക്കുന്നല്ലേ പറഞ്ഞു? അപ്പൊ നീ അവിടെ പറയുന്നിരിക്കുന്ന വചനം നോക്കണം. മപ്പും മന്ദാരവും പിടിച്ചു. നെല്ല് നിന്ന് പോകുന്നവര് നിന്ന് പോകുന്ന നല്ലതാ. അല്ലേ? മപ്പ് പിടിച്ചു പോയി. എന്താ മപ്പ്? ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് മപ്പ് വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണമില്ല. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ. ആമേ. മത്തായി എഴുതിയ സുവിശേഷം 5-5 വാക്യം. ഹൃദയ ശുദ്ധമുള്ളവൻ ആമേ അവൻ യഹോവയെ ദർശിക്കും. ഹൃദയത്തിൽ ശുദ്ധമുള്ളവൻ ഭാഗ്യം. അപ്പൊ ഹൃദയത്തിൽ ശുദ്ധമുണ്ട്. ആമേ. ഇപ്പോൾ എന്ത്? ശുദ്ധം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഹൃദയ ശുദ്ധമുള്ളവൻ ഭാഗ്യവാൻ, അവൻ യഹോവ കർത്താവിനെ ദർശിക്കുന്നു. ആ ദർശിക്കുന്ന മനുഷ്യൻ
ഇപ്പൊ എന്തിരിക്കുന്നു? മപ്പും മന്ദാര. മപ്പായി പ്രാർത്ഥിക്കുന്നില്ല. പണ്ട് നല്ല കൈയടിയായിരുന്നു, നന്നായി ആരാധിക്കുമായിരുന്നു. ആമേ സ്തോത്രം. ഈ ആത്മാവിന്റെ ആരാധന കണ്ടപ്പോൾ അടുത്തിരുന്ന വ്യക്തിയെ കൂടെ എന്ത് ചെയ്തു? ചൂട് പിടിക്കുന്ന അനുഭവത്തിന്റെ ആരാധനയായിരുന്നു. ഇപ്പൊ അടുത്തിരിക്കുന്ന വ്യക്തിയും എന്ത് ചെയ്തു? ചൂടൊക്കെ തണുത്തിരിക്കുക. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയും തണുത്തിരിക്കുക. ഈ വ്യക്തിയുടെ ഉള്ളിൽ തണുത്തപ്പോ തൊട്ടിരിക്കുന്ന വ്യക്തിയും തണുത്തുപോയി. തൊട്ടിരിക്കുന്ന വ്യക്തി തണുത്തപ്പോൾ അടുത്ത വ്യക്തി ഇരുന്ന് എന്ത് ചെയ്തു? ഉറക്കം പിടിച്ചു. അതാ മപ്പ്, മന്ദാതയായിപ്പോയി. ക്രിസ്തുലോ വചനത്തിന് വെളിപ്പാട് മനസ്സിലായോ? പ്രവാചകൻ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം കണ്ടോ? ഇതിന്റെ അപ്പുറത്ത് ആമേ നമ്മളൊരു വെളിപ്പാടിലേക്ക് പോകണ്ട. ശ്രദ്ധിക്കുക കുഞ്ഞിരിക്കട്ടെ. ആമേ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ആമേ ഈ മപ്പും മന്ദാരം പിടിച്ചിരിക്കുന്ന ജനത്തെ ആമേ സ്തോത്രം ഇടയൻ ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേ നിങ്ങളെ പാസ് തന്നെ ഞാൻ നിങ്ങളെ പാസ് നിങ്ങളെ മുമ്പിൽ എടുത്തിട്ട് തരാം. ആമേ പാസ് നിങ്ങളെ തേടി വന്നു. എന്താ സൗകര്യം? ഇന്ന് കാത്തിരിപ്പ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആത്മീയ ഉണർവ് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗകര്യം വന്നില്ലല്ലോ, അത് വരണമെന്ന് തോന്നിച്ചു പാസ്. ആമേ സ്തോത്രം. കാല് തട്ടിച്ച് അതിനാൽ വരണ്ട. പൗലോസ് എന്ത് പറഞ്ഞു? ജാതിക വഴി കുടഞ്ഞെറിയാൻ, ജാതിക വഴി കുടയാൻ. നമ്മൾ കുടഞ്ഞില്ല. സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു വ്യക്തിയെ കുറിച്ച് പെട്ടെന്ന് അയാൾ സുഖമില്ലെന്ന് അറിഞ്ഞ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുക. എന്നാൽ അവിടെ ചെന്നൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വന്നു. അപ്പൊ അവ വ്യക്തി പറഞ്ഞു, നിങ്ങളെ പ്രാർത്ഥിക്കും, നിങ്ങൾ പെട്ടെന്ന് ബലഹീനല്ലേ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. ഹല്ലേലൂയ. അപ്പോ അവിടെ ഒരു വേലക്കാരി ദൈവവേല ചെയ്യുന്നു, കല്യാണം കഴിയാതിരിക്കുന്നു, സഹോദരി അവിടെ ഇരിക്കുന്നു. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഒരു വ്യക്തി വിശ്വാസത്തിൽ നിങ്ങൾ തന്നെ ഇരിക്കുന്നു. സഹോദരി ആമേ സ്തോത്രം. നിങ്ങൾ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ല ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ദർശനം പറഞ്ഞ ഒരു വ്യക്തിയാണ്, വെളിപ്പാട് പറഞ്ഞ ഒരു വ്യക്തിയാണ്, ആമേ ദൈവജനത്തെ വളരെ പ്രോത്സാഹനം കൊടുത്ത വ്യക്തിയാണ്. പക്ഷേ ആമേ ആദ്യകാലത്തിന്റെ വെളിപ്പാട് ഇരിക്കുന്നത് പോലെ, ആദ്യകാലത്ത് പ്രാർത്ഥിച്ചതുപോലെ, ആദ്യകാലത്തിൽ ഓടുന്നത് പോലെ ഇപ്പോൾ സഹോദരി നിനക്ക് ഓടാൻ പറ്റുന്നുണ്ടോ? എത്ര ആരാധന മുടങ്ങി? 52 ആഴ്ച ഉണ്ട്, 52 ആഴ്ച ഞായറാഴ്ച ഉണ്ട്, വെള്ളിയാഴ്ച 52 ദിവസമുണ്ട്, വെള്ളിയാഴ്ച 52 ദിവസം, ആമേ ഞായറാഴ്ച 52 ദിവസം, ആമേ സ്തോത്ര ചൊവ്വാഴ്ച 52 ദിവസമുണ്ട്. കണക്കെടുത്തില്ല ഈ കണക്കെടുത്തില്ല. നിങ്ങൾക്ക് നാളെ ചെത്ത് കലണ്ടറിൽ എടുത്ത് നോക്കുക. ഈ 52 ദിവസത്തില് നമ്മൾ എത്ര എണ്ണം മുടങ്ങി നോക്കണം? എത്ര എണ്ണം മുടങ്ങി നോക്കണം? എത്ര എണ്ണത്തിന് പാസ്റ്ററെ കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ പോയി നോക്കണം? വിശ്വാസം വിട്ടുപോയി. നമ്മളെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കണം. നമ്മൾ ഫസ്റ്റിൽ എന്ത് ചെയ്യും? ഒരു ആരാധനയും നാം മുടങ്ങാൻ മാട്ടെ, ഒരു ഉപവാസവും മുടങ്ങാൻ മാട്ടെ, ഒരു കൂട്ടായ്മയും മുടങ്ങാൻ മാട്ടെ. എത്ര എണ്ണം മുടങ്ങിയെന്ന് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ വന്ന് പ്രവാചകൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് ആമേ സ്തോത്രം ഇന്നടത്ത് വിഴുന്ന് കിടക്കുന്ന നിങ്ങൾ പറയണമോ? നിങ്ങൾക്ക് തന്നെ വിളുന്ന് കിടക്കുന്ന അരിവോ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞൂടെ? നിങ്ങളുടെ കാല് തട്ടിയ നിങ്ങൾക്കില്ലേ അറിയാവോ? നിങ്ങളുടെ കാല് തട്ടിയ നിങ്ങൾക്ക് തന്നെ ഉണരാതെ ഇനി പാസ് വന്ന് ആമ നിങ്ങളുടെ കാല് തട്ടി എന്നു പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു തരിക കാര്യം? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. അപ്പൊ ആട്ടിനും കൂടെ മന്ദത പിടിച്ചതിന്റെ കാരണം ഇത് നിങ്ങൾ വിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് വരണം. അതില് പറഞ്ഞിരിക്കുന്നത്, വേദപുസ്തകം പറഞ്ഞത്, എഴുന്നേറ്റ് പ്രകാശം, എന്റെ പ്രകാശം വന്നിരിക്കും. അപ്പൊ പ്രകാശം, ആ കൃപയിൽ നിങ്ങൾ ബലപ്പെടണം, ആ കൃപയിൽ നിങ്ങൾ ശക്തനാകണം. ഒരു സ്തോത്രം പറഞ്ഞില്ല? ഒരു സ്തോത്രം കൂടെ പറഞ്ഞു വിശ്വാസത്തോടെ. അപ്പൊ ആ കൃപയിൽ ബലപ്പെടുമ്പോഴാണ് നമുക്ക് ആത്മാവിന്റെ വിടുതൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ പറഞ്ഞത് ഹല്ലേലൂയ. ആ കൃപയില് നീ ബലപ്പെട്ട് അവൻ സത്യത്തിൽ നിലനിൽക്കാൻ. കൃപയിൽ ബലപ്പെടുമ്പോ അടുത്ത് വരുന്നത് സത്യമാണ്. കർത്താവായ യേശു ആ ക്രൂശിലേക്ക് പിടിച്ച ആമേൻ കർത്താവിനെ നോക്കി നീ യാത്ര ചെയ്ത നിന്റെ വീട്ടിനകത്ത്, നിന്റെ ആലയത്തിൽ വരുമ്പോ തന്നെ ഒരു അത്ഭുതം നടക്കും. ഒരു പിശാച് നിന്നോട് വരത്തില്ല, ഒരു ഇരുട്ടിന്റെ സംകാരം നിന്റെ മുമ്പിൽ വരത്തില്ലെന്നേ അതേ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാ. അതുകൊണ്ടാ വേദപുസ്തകം പറയുന്നത്. ആമേൻ സ്തോത്രം. ഒരു വചനം ആമേൻ നിങ്ങൾ അതിപ്പോ വായിച്ച വചനത്തിലേക്ക് കൂടെ ഒന്നുകൂടെ വായിച്ചു തരട്ടെ. എല്ലാം തപ്പിക്കിടക്കുക. പാടുകൾ എവിടെ നടക്കുന്നു? അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രി, ഇന്നലെ രാത്രി കാലം ദൂത് പറഞ്ഞ ദൈവസഭയോട്. ഹല്ലേലൂയ.
ദൈവനാഥൻ നിന്നോട് പറ്റി നിന്നതും, നിനക്ക് വേണ്ടി കൈത്താങ്ങുമെന്ന് പറഞ്ഞതും, നിനക്ക് വേണ്ടി ഉപകരിച്ചു നിന്നതും, നിനക്ക് വേണ്ടി ഞാൻ വലം കൈ താങ്ങാമെന്ന് പറഞ്ഞതും എന്ന് പറയുമ്പോൾ മോശയുടെ കൈ തളർന്നപ്പോ ഊരും അഹരോനും കൂടെ പിടിച്ച് കൈ ഏന്തി വെച്ചിരുന്നു. ഹല്ലേലൂയ. കൈക്ക് ഏന്തി പ്രാർത്ഥിച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ ആ അനുഭവമൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്നു. എങ്കിലും നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായി നിന്നെ ഇന്നോളം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഭയെ നീ മടങ്ങി വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിന്നെ വിളിച്ചവന് വിശ്വസ്തനാ, പരിശുദ്ധൻ. അപ്പോൾ ആടുകൾ ചെതറിക്കിടക്കുന്നു എങ്കിൽ മടങ്ങി അവര് തേടി കണ്ടുപിടിക്കുന്ന ഇടയന്റെ ജോലിയെങ്കിൽ നീ ആ മൊത്തം അന്ധതയെ പിടിച്ച് കിടക്കുന്ന അനുഭവത്തിന് കൂടെ അറിയണം. കുടുംബത്തിനകത്ത് അതാ നേരിട്ട് വരുന്ന താഴ്മയാണ്. താഴ്മയില്ല ഇല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ഭയങ്കര താഴ്മയൊക്കെയാണ്. വിവാഹം കഴിഞ്ഞ ഒരു 6-7 മാസം, 1 വർഷം, 2 വർഷം ഭയങ്കര താഴ്മ. പിന്നെ ഇവിടുത്തെ അന്തരീക്ഷങ്ങളും ഇവിടുത്തെ പരിസ്ഥിതികളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് സ്തോത്രം താഴ്മ എടുക്കല്. ചിലപ്പോൾ കട്ടറൈറ്റായിട്ട് അമ്മായിയുടെ അടുത്ത് പറയാൻ പറ്റില്ല, അമ്മാച്ചൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. ഭർത്താവിനോട് നിങ്ങൾ കാര്യം ചിലപ്പോൾ സൂചി വെച്ച് കളയും. ചില സഹോദരിമാര് ഭർത്താക്കന്മാർക്ക് സൂചി വെക്കുന്ന ചില സഹോദരിമാർ. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലെന്ന് ഞാൻ ഓർക്കും. എന്തിനാ പറഞ്ഞേ? ഞാൻ സൂചി വക്കീൽ. പ്രൈസ് ദി ലോർഡ്. സൂചി വയ്ക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ താഴ്മയോട് സംസാരിക്കും. പക്ഷെ അകത്ത് വെച്ചാ സംസാരിക്കും. അന്തർഭാഗത്ത്. എന്റെ അന്തർഭാഗവും ദൈവം അറിയുന്നല്ലോ. അറിയില്ലേ? അറിയില്ലേ? അതെങ്ങനെ അറിയാം? വേദത്തിലുണ്ടോ? ഉണ്ടോ? അവിടെ ചോദിക്കുവാണ്. മക്കളെ ഉണ്ടോ? എവിടെ നടക്കുന്നത്? യെരമ്യാ പ്രവചനം സ്തോത്രം 17:10 എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇരുദയത്തെ ആരായിരവരും എന്തോന്ന് ഉള്ളിന്റെ അകത്തൊരു ആന്തരികമുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ? അപ്പോ നീ എവിടെ സംസാരിച്ച ദൈവം നിന്നെ അറിയും. നീ അകത്ത് സംസാരിച്ചാൽ വെള്ളത്തിന് സമുദ്രത്തിന് അടിയിൽ വെച്ച് സംസാരിച്ചാൽ ദൈവത്തിന് അറിയാം. ദൈവത്തിന് മറവിടമൊന്നും ഇല്ല. അപ്പൊ ദൈവത്തിനെല്ലാം അറിയാം. ദൈവമക്കളെ നമുക്കൊന്നും മറച്ചുകൊണ്ട് ഇവിടെ വന്ന് ദേവാലയത്തിനകത്ത് മറച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല. സ്തോത്രം. വീട്ടിനകത്ത് സംസാരിച്ചത് ചിലപ്പോൾ അന്ന് നമ്മളെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവായി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ ചർച്ചിലൊക്കെ സംസാരിക്കുമ്പോൾ വിശ്വാസികൾ അനേകര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് വരുന്നതായിരിക്കും അന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. സ്തോത്രം. അതെന്തെന്നറിയാമോ? എന്റെ കുറ്റബോധം ഉണർത്തി തരുന്നതാണ്. ഇവിടെ കർത്താവ് ഉണ്ടെന്ന് നീ അറിയണം. അതാ ഇവിടെ പറയുന്നത്. യെരമ്യാവ് ഇസ്രായേൽ ഗൃഹത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിന്റെ ഹൃദയത്തിന് ആന്തരികങ്ങളെ നിന്റെ അവനവന് ചെയ്യുന്ന പ്രതിഫലത്തിന് തക്കതായ പ്രതിഫലം. നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു അതിന്റെ പ്രതിഫലമുണ്ട്. നീ നന്മ ചെയ്താൽ നന്മ ഉണ്ട്, തിന്മ വിതച്ച തിന്മ ഉണ്ട്. അതിലെ കർത്താവിന്റെ കലാത്തിരുകൾ ജഡത്തിൽ വിതയ്ക്കുന്ന ജഡത്തെ കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ അതിനുള്ള പ്രതിഫലം നിനക്കുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും കർത്താവ് കാണുന്നില്ല. കർത്താവ് എല്ലാം കാണുന്നു. കർത്താവ് എല്ലാം അറിയുന്നു. നമ്മളെ ഇരിപ്പും നമ്മളെ കിടപ്പും നമ്മളെ നിരൂപണവും നമ്മുടെ ചിന്തയും നമ്മളെ പോക്കും നമ്മളെ സംസാരവും നമ്മൾ എന്ത് സംസാരിക്കാൻ പോകുന്നു എന്നും എല്ലാം കർത്താവിന് അറിയാം. പക്ഷെ നിന്റെ വാക്ക് വിശുദ്ധമായിരിക്കട്ടെ. അതാ നിന്റെ ജീവിതം. ആ വിശുദ്ധമായ അനുഭവത്തിൽ ആ വിശുദ്ധമായ കർത്താവിനെ നീ കാണണമെങ്കിൽ ഹൃദയത്തിൽ ശുദ്ധം വേണം. ഹല്ലേലൂയ. ഹൃദയത്തിൽ ശുദ്ധമില്ല എങ്കിൽ ഹൃദയത്തിൽ കർത്താവിനെ എങ്ങനെ ദർശിക്കും? കർത്താവുമായിട്ട് എങ്ങനെ സംസാരിക്കാൻ കഴിയും? കർത്താവിനോട് നിനക്ക് എങ്ങനെ? നമ്മൾ ഈ അന്യഭാഷ പറയുന്നത് കർത്താവിനോട് സംസാരിക്കും. കർത്താവ് നാമമായിട്ട് സംസാരിക്കുക. കുറച്ചു നേരം നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക്. കുറച്ച് സംസാരിച്ച് നോക്കുന്നേ. ഒന്ന് അല്പനേരം കണ്ണൊക്കെ മൂടി ഒന്ന് സ്തോത്രം പറഞ്ഞു നോക്കുന്നേ. ഒന്ന് കർത്താവ് നീ ബന്ധപ്പെട്ട് നോക്കുന്നേ. അന്നേരം അറിയാം നീ ആരോട് സംസാരിക്കുന്നതെന്ന്. നിന്റെ ഹൃദയത്തിനകത്ത് സ്തോത്രം നീ ദൈവമായിട്ട് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നത് പോലും നിനക്ക് തോന്നും.
ഹല്ലേലൂയ. നീ മനുഷ്യനോടെയല്ല സംസാരിക്കുന്നത്, ദൈവത്തോടെ. അന്യമായി സംസാരിക്കുന്നവൻ മനുഷ്യനോടെയല്ല, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അവൻ ദൈവമായിട്ട് സംസാരിക്കുന്നു. ദൈവം അവന്റെ ഹൃദയ ആന്തര്യങ്ങൾ അറിയുന്നു. അവന്റെ ഹൃദയത്തിനെ ശോധന ചെയ്യുന്നു. അവന്റെ കിടപ്പിനെ അറിയുന്നു. അവനോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ നീക്കുപോക്കുകളും അവന് വരുന്ന ബലഹീനത ദൈവം നീക്കി അവനെ ബലപ്പെടുത്തി അവനെ നല്ലൊരു പാതയിൽ നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകൾ ഞാൻ അവസാനിച്ചിരിക്കാൻ താല്പര്യപ്പെടുന്നു. എന്റെ വായിച്ച വചനത്തിന് ഓടി വരുന്നു. കൃപയും സത്യവും നിന്നെ വിട്ടു വിലകാതിരിപ്പാൻ സൂക്ഷി. അതിന്റെ 3-ന്റെ 1-ാം വാക്യം കൂടെ വായിച്ചേ. സദർസ്യ വാക്യം, നീതിമൊഴി പുസ്തകം 3-ന്റെ 1-ാം വാക്യം ആണോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ സഹോദരി പറയുന്നു കേട്ടോ, എന്നെ വിളിച്ചു പറയണേ, എന്റെ മകനെ. അത്ര ബഹുമാനത്തോടെ വിളിക്കുകയാണ്, എന്റെ മകനെ. സ്തോത്രം. അടുത്ത് എന്തോന്ന് മറക്കരുത്? ബോധകത്തെ മറവാതെ. നിന്റെ ഹൃദയത്തെ നീ കാക്കണം. എന്റെ ഈ വചനത്തെ നീ മറക്കരുത്. ഈ വചനം എന്ന് പറയുന്നത് ദൈവമാണ് കേട്ടോ. ദൈവത്തിന്റെ വചനം ദൈവമാണ്. ആദിയിൽ വചനമുണ്ട്, വചനം ദൈവമായിരുന്നു, ദൈവത്തോടു കൂടിയായിരുന്നു. ഈ വചനം ആദിയിൽ വചനമുണ്ട്, വചനം ദൈവമായി ഇരുന്നു. ഈ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത്. സെലമൻ ഞാൻ എഴുതിയ വാക്കും അവൻ പറയുന്നു, ഈ വാക്ക് നീ മറക്കരുത്, ഈ വാക്ക് നീ മറന്നു പോകരുത്. നീ കേട്ടു, നീ മറന്നു പോകരുത്. ചിലർ മറന്നുപോകും. ചിലപ്പോ നമ്മുടെ ജീവിതം തോന്നും, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ സാധിക്കുന്നു. സ്തോത്രം. 141-ാം സങ്കീർത്തനം 5-ാം വാക്യമായി. 141-ാം സങ്കീർത്തനം 5-ാം വാക്യം ഒന്ന് വായിച്ചാൽ. അത് തന്നെയാണ് വായിച്ച, കുറച്ച് വായിച്ചേ. നീതിമാൻ എന്നെ ദയവായി കൊട്ടി എന്നെ കടിന്നു കൊള്ളട്ടും. ഹല്ലേലൂയ. അതൊരു അഭിഷേക തൈലം തന്നെ കേട്ടോ. സഭയെ, ജനത്തെ തട്ടി ഉണർത്തുമ്പോൾ, നിന്നെ വളരെ ശാസിക്കുമ്പോ, നിന്നെ വളരെ സ്തോത്രം, നിന്നെ കുറ്റങ്ങളെ കണ്ണിക്കുമ്പോ, അത് നിനക്ക് തലയ്ക്ക് എണ്ണയാണ്. അത് നിനക്ക് അനുഗ്രഹമാണ്. അത് അനുഗ്രഹമാണ്. അത് നിന്റെ കുടുംബത്തിന് പത്യ ഉപദേശമാണ്. അതൊരു അഭിഷേക തൈലമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേക തൈലം എന്ന് പറയുമ്പോൾ, ഈ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ഞാനൊരു കാര്യം കർത്താവ് വെച്ച വൈകുന്നേരം സംസാരിക്കുക. എങ്കിലും ഒരു ഭാഗം ഞാൻ അവിടെ ഒരു ഭാഗത്തിൽ ഞാൻ തെളിവിക്കാൻ അല്പമാത്രം സൂചിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. 26-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇവിടെ കിടക്കും. ഒരു സഹോദരി മത്തലക്കം മറിയം 300 പണത്തിന് പരിമള തൈലം വാങ്ങിച്ച് യേശുവിന്റെ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിന്റെ തലയ്ക്കൊണ്ട് ഒഴിച്ച്, കാലൊക്കെ ഒഴിച്ച്, കണ്ണീര് ഒന്ന് തുടച്ച്, അവളെ കണ്ണീര് കൊണ്ട് നനയ്ക്കുകയും അവളെ മുടി കൊണ്ടും തുടയ്ക്കുകയും ചെയ്യും. പക്ഷേ ഇത് കണ്ടപ്പോ അനേകർക്ക് അസൂയപ്പെട്ടു. നിന്റെ തലയിൽ വീഴുന്ന അഭിഷേകത്തിന്റെ തൈലം വരുമ്പോൾ അനേകർ അസൂയപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശുശ്രൂഷയിൽ വരുമ്പോ ചിലപ്പോൾ അസൂയപ്പെടുന്നുണ്ട്. നിന്റെ ശുശ്രൂഷ തിളങ്ങുമ്പോൾ, നിന്റെ വചനം തിളക്കുമ്പോൾ ചിലപ്പോൾ അസൂയപ്പെട്ടെന്ന് വരും. ചിലപ്പോൾ നിന്റെ പാട്ട് പാടി നിന്നെ ആരാധിക്കുമ്പോൾ നിന്നെ അസൂയപ്പെട്ടെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തിനകത്ത് ചില നന്മ വരുമ്പോൾ അസൂയപ്പെട്ടെന്ന് വരും. നീ നല്ലൊരു ഭവനം വയ്ക്കുമ്പോൾ അസൂയപ്പെട്ടെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. നീ നല്ല വസ്ത്രം എടുക്കുമ്പോൾ നീ അസൂയപ്പെട്ടെന്ന് വരും. പക്ഷേ നിന്റെ പുറകിലൊരു ചരിത്രമുണ്ട്, അത് നിന്നെ കണ്ടില്ലാരും. എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. നിന്റെ പുറകിലൊരു ചരിത്രമുണ്ടായിരുന്നു. നിന്റെ പുറകിലൊരു വിടുതല് തരാൻ പറ്റാതെ ആരും നിന്നെ കൈതാങ്ങാതെ ഇരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് നിനക്കൊരു ചരിത്രം എഴുതാൻ ആരുമില്ല. ആ ചരിത്രം നിന്നോടുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടപ്പോൾ നിന്റെ കയ്യിൽ തലയ്ക്ക് വീഴുന്ന അഭിഷേകത്തെ കണ്ട് അസൂയപ്പെടുന്നു എങ്കിൽ അവന്റെ ഉള്ളിൽ പിശാചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ അസൂയ
അവൻ നിന്നെ വിട്ട് നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. ഏതെങ്കിലും നിനക്ക് വിരോധിയായി പറയുന്നു എങ്കിൽ അവിടം വിട്ട് നീങ്ങിപ്പോകട്ടെ. നിന്റെ മേലൊരു അഭിഷേകം, അതിനെ നീ തിളക്കണം. നിന്റെ കുടുംബത്തിൽ ഈ അഭിഷേകം നിറയണം. നീ വീട്ടിലിരിക്കുമ്പോൾ അല്പനേരം ഒറ്റയ്ക്ക് റൂമിലിരുന്നും കൊണ്ട് കരയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചിലപ്പോൾ ഞാൻ ചെന്നിരുന്ന രാത്രി 11 മണി 12 മണി, ചിലപ്പം സ്തോത്രം 10 മണി 11 മണി, ചിലപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ എന്റെ റൂമിൽ ചെന്നിരുന്നും കൊണ്ട് വാതിലടച്ചിരുന്ന് ദൈവത്തെ നോക്കി കരയും. ആരും കാണിയില്ല. ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് ഭയങ്കര ഇഷ്ടവും. ഒറ്റയ്ക്കിരുന്ന് കരയണം. കൂടെ ഇരുന്ന് കരയുന്നതിനെക്കാട്ടിലും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ട് മനുഷ്യരെ മുമ്പിൽ സന്തോഷിച്ച് നിൽക്കണം. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ഒറ്റയ്ക്കിരുന്ന് കരയണം മനുഷ്യരുടെ മുമ്പിൽ. അപ്പോഴവര് പറയും, ഇത്രയും കറ്റം വന്നിട്ടും പ്രത്യാശയോടെ ഇവർ നടക്കുന്നതിന് രഹസ്യമുണ്ട്. ഞാൻ അകത്തളത്ത് കരഞ്ഞത് എന്റെ കർത്താവ് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നെന്ന്. സ്തോത്രം. ദൈവത്തിന്റെ ദാസന്മാർ കരയുന്നത് അത് വെറുതെ അല്ല, ആട്ടിൻകൂട്ടങ്ങൾക്കുണ്ട്. അതിനൊരു വേദപുസ്തകത്തിനകത്ത് 13-ാം അധ്യായത്തിന്റെ യെരമ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ ഒരു വിഷയം അതിൻ്റെ അകത്ത് കിടക്കുന്നു. നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചാട്ട്. സ്തോത്രം. 13-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. ആരെ കണ്ണ് കഴിയുന്നേ? രോഹിതന്റെ. മനസ്സിലാകുന്നോ? കണ്ടോ? നിങ്ങൾക്ക് നന്മ വരാൻ നിങ്ങൾ ചെറിയ പോകാൻ പാടില്ല. മനസ്സിലാകുന്നില്ലല്ലോ? ഒന്നുകൂടെ വായിച്ചോ. കണ്ടോ? ഇത് നിങ്ങൾ കേൾക്കാതെ പോയാൽ എന്നാത്തുമ മറവിടങ്ങളിൽ ആണ്ടോ നിങ്ങളെ പോഴ്ച നിമിത്തം ദുഃഖിക്കുന്നു പുരോഹിതൻ. യെരമ്യാ കരയുന്നുണ്ടോ? നിങ്ങളൊക്കെ ചിന്തി. താഴെ വായിക്കുമ്പോ കിരീടത്തെ കുറിച്ച് പറയുന്നു. ഞാൻ ബന്ധപ്പെട്ടു പോകുക. അപ്പോ ജനത്തെ കുറിച്ചുള്ള അനുഭവം നിങ്ങൾ ഇത് കേട്ട് അനുസരിക്കാതെ പോകുന്നു എങ്കിൽ അപ്പൊ ഈ യോഗം എന്ത് ചെയ്യണം? അനുസരിക്കണം. ഈ യോഗം എന്ത് ചെയ്യണം? എല്ലാവർക്കും ഉള്ളതാണ്. ആരോ ഒരാൾ വെച്ചു, അവരെ കുടുംബത്തിൽ അവര് വെച്ചു എങ്കിൽ ഇത് നീ ഏറ്റെടുക്കണം. സഹോദര, അവര് വെച്ചു നിങ്ങളെ ഏറ്റെടുക്കണം. ഞങ്ങളുടെ കുടുംബത്തിനകത്തില് നടക്കുന്നത്. ഇവിടെ ഒരു വിരുന്ന് നടക്കുന്നു വെച്ചോ, നിങ്ങളുടെ എല്ലാവരും കൂടെ അവിടെ നിങ്ങൾ സഹകരിക്കണം. ആ വിരുന്ന് നിങ്ങൾക്കുള്ളതാണ്. സ്നാനം നടക്കുന്നു എങ്കിൽ, ഒരു വ്യക്തി സ്നാനം എടുക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്കും ഉടമയാണ്. കാരണമെന്നറിയാമോ? ഈ സഭയിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ എത്ര ഈ പാപി മനം തിരിയണമെന്ന് നിങ്ങൾ പണ്ടൊക്കെ പ്രാർത്ഥിച്ചില്ലേ? ആ വെളിപ്പാടാ വന്നത്. അവരിന്നലെ നാളെ സ്നാനം ഏൽക്കാൻ പോകുന്നെങ്കിൽ ആ സ്നാനം ഏൽക്കുന്ന വ്യക്തി നിങ്ങൾ മുൻപിൽ പിൻപിൽ കണ്ടില്ല എങ്കിൽ സ്നാനക്കടവിൽ ഇറങ്ങുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഞാനൊരു കാലം പ്രാർത്ഥിച്ചു സൗകര്യക്കേണ്ടി. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് നാളെ സ്നാനമേൽക്കുന്നു. ആ വ്യക്തി എന്നോടുകൂടെ എന്ത് ചെയ്യുന്നു? അപ്പം നുറുക്കുന്നു. ഇതുവരെ അപ്പം നുറുക്കിയില്ല. ഇന്ന് നാളെ തൊട്ട് അവർ അപ്പം നുറുക്കുന്നു എങ്കിൽ യേശുവോടുകൂടെ അവർ ചേരുകയാണ്. അപ്പൊ നിനക്കൊരു കൂട്ടായ്മ. അത് നീ എന്ത് ചെയ്യരുത്? അറിയാതെ പോകരുത്. അതാ പ്രവാചകൻ പറയും. നമുക്ക് അറിയാം, പ്രവാചകൻ ദുഃഖമാണ്. ഇടയൻ ദുഃഖിക്കുക. കാരണം എന്ത്? ആത്മാ ദേശം കണ്ടോ, പല കാലികളും ഈ വിറഞ്ഞു നിൽക്കേണ്ടതാ. പക്ഷെ ഈ ദേശത്തെയോ ജനങ്ങൾ കിടക്കും, ദേശത്തിൽ എന്തുമാത്രം കുടുംബം കിടക്കും. ഇതെല്ലാം നിങ്ങൾ കരഞ്ഞു നോക്ക് ദൈവമക്കളെ, നിങ്ങൾ നിലവിളിച്ചു നോക്ക്. സ്തോത്രം. ജനം കടന്നു വരും. അതാ ദൈവത്തിന്റെ ദാസൻ അവിടെ ദുഃഖിച്ച് പെരുമിച്ചൊടുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞില്ല, അങ്ങനെ ഇടം കൊടുക്കരുത്. അടുത്ത പദം കണ്ണീന്ന് ചെരിയത്. അതാ ഈ പോരാട്ടത്തിന്റെ കാര്യം. ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ? പിശാചിന്റെ പദ്ധതി ആരാധന നടത്താൻ പറ്റിയില്ല.
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. വളരെ അനുഗ്രഹത്തിന്റെ ആരാ നടക്കേണ്ടതാണ്, ആത്മാവിന്റെ ആരാ നടക്കേണ്ടതാണ്, ഇത് നടക്കേണ്ടതാണ്. അപ്പൊ ഞാനത് ചിന്തിക്കുകയും ചെയ്തു. അവിടെ അത് കണ്ട ദർശനത്തിന്റെ ആ ഭാഗം ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാനുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് ഞാൻ വീട്ടിൽ പോയി ഇങ്ങനെ ചിന്തിച്ചു. കർത്താവേ സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നു, ഇതുവരെയ്ക്കും ഇനി മുകളിൽ കയറി വരത്തില്ല, താഴെ നിന്നെന്ന് പറയുമെന്ന്. പക്ഷെ ഇന്നലെ കയറി വരുന്നു. അതൊരു പിശാചിന്റെ പദ്ധതിയാണ്. ദൈവജനത്തെ കലക്കിക്കുന്ന ഒരു ആത്മാവ് ജനത്തിന്റെ ഇടയിൽ കലക്കി. ഇത് ഇനി വരരുത്. പ്രൈസ് ദി ലോർഡ്. അവൻ നശിച്ചു പോകുവാനല്ല, ആ വ്യക്തി മാനസാന്തരപ്പെടണം, ആ കുടുംബം മാനസാന്തരപ്പെടണം. അത് നഷ്ടപ്പെട്ടു പോയി നമുക്കൊന്നും കിട്ടിയില്ല. ആ വ്യക്തി മാനസാന്തരപ്പെടട്ടെ. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ഈ സഭയോടെ ചേരട്ടെ. നിങ്ങൾക്കൊരു അനുഗ്രഹമായി തരും. നമുക്ക് പറയാൻ കഴിയും, ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്ന് കലഹമുണ്ടാക്കിയ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. സ്തോത്രം. ഇന്ന് രാത്രി പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, അവരുടെ കണ്ണ് ഈ ആത്മാവിന് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി തിറപ്പിൽ നിൽക്കുന്ന ഇടയന്മാർ, മധ്യസ്ഥ വഹിക്കുന്നവർ, അവരെ കുറിച്ചാണ് ആ ദൂത് പറഞ്ഞിരിക്കുന്നത്. അവരെ കുറിച്ചാണ് ഈ ദൂത് വെളിപ്പെടുത്തുന്നത്. കേട്ടോ, ഇടയനോടും ദൈവത്തിന്റെ ആത്മ പറയുന്നു, സഭയോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, ദേശത്തോട് ദൈവാത്മാ പറയുന്നു, കുഞ്ഞുങ്ങളോട് ദൈവാത്മാ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്, നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾക്ക് വേണ്ടുന്നത് ദൈവത്തിന്റെ പക്കൽ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന ദൈവത്തിന്റെ പക്കലുണ്ട്. നിങ്ങൾ ചോദിപ്പീൻ എന്നാൽ ലഭിക്കും, മുട്ടുവീൻ എന്നാൽ പിറക്കും, അന്വേഷിപ്പീൻ എന്നാൽ. ഇത് യേശു പറഞ്ഞ പ്രവചനം. ഇതിനപ്പുറത്ത് വേറെ പ്രവചനമില്ല. നമ്മൾ മുട്ടുന്നില്ല, പിന്നെ നമ്മൾ മുട്ടുന്നുണ്ട്. യേശു വന്ന് നോക്കിയപ്പോ ലബോനിക്ക സഭയെ പഠിക്കുമ്പോ യേശു വെളിയില്ല. ലബോനിക്ക സഭയെ പഠിക്കുമ്പോ എന്താണ്? യേശു വെളിയില്ല. സ്തോത്രം. വെളിപ്പാട് സ്തോത്രം 3:20 വായിക്കുമ്പോൾ ഞാൻ വാതിൽക്കൽ മുട്ടുന്നെന്ന് പറയുന്നുണ്ട്. മതി നമ്മൾ ഞാൻ അവിടെ പറഞ്ഞാൽ മതി. ഇപ്പൊ യേശു വെളിയില്ല. യേശു എന്നാണ് മുട്ടുന്നു. വാതിൽക്കൽ ഒന്ന് എന്ത് ചെയ്യുന്നു? തട്ടുന്നു. ഒരുതൻ എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഞാൻ അവനോടും അവൻ എന്നോടുമായിരിക്കുമെന്നാ യേശു പറഞ്ഞത്. പക്ഷേ വാതില് സ്തോത്രം തട്ടുമ്പോൾ വാതിൽ എന്ത് ചെയ്യുന്നില്ല? തുറക്കുന്നില്ല. വാതിൽ കഠിനമായി. എന്താ കഠിനമായത്? അതിന് കഠിനമാകാൻ കാരണം എന്നുള്ളത് യെരമ്യാവിലിരിക്കുന്നു. സ്തോത്രം. അവന്റെ ഹൃദയം സ്തോത്രം സ്തോത്രം തിരിക്കുള്ളത് 17-ന്റെ 9-ാം വാക്യത്തിൽ ഇരിക്കും. എല്ലാവറ്റെ പാർക്കിലും ഇരുദയം തിരിക്കുള്ളതും. എന്താണ് കേടുവന്നത്? അതിനറിയാം. അതിനെ നിങ്ങൾ 8 വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം അനുഗ്രഹത്തിന്റെ ഉറവയാണ്. അതുകൂടെ വായിച്ച് ഞാൻ എന്റെ വാക്ക് ഞാൻ തണ്ണീർ ആണോ? നിനക്ക് എവിടെ നടണം? ഹലോ, എവിടെ നടണം? ഹലോ, എവിടെ നടണം? നിങ്ങളെയൊക്കെ ഇപ്പൊ നിങ്ങൾ എവിടെയാ നട്ടിരിക്കുന്നത്? തണ്ണീര്, വെള്ളമുള്ളിടത്താ. ആലയം. അതിനെ ആലയത്തിനകത്ത് സങ്കീർത്തനത്തിരിക്കുന്നു. ആലയത്തിൽ നിന്നുണ്ട് യാഗപീഠത്തിൽ ഒരു നീരുറവ് പൊട്ടി വരുന്നത് ഞാൻ കണ്ടു എന്ന് ദാവീദ് അർത്ഥിക്കുകയായിരുന്നു, ആലയത്തിൽ നിന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ യെരമ്യാ പറയുന്നു, ആറ്റരികത്ത് നട്ടത് കാൽവായ് ഓരമായി വേരുകൾ ഇവിടെ. ഇതിന് മുകളിലോട്ട് ഫലം വരണമെങ്കിൽ വചനം നമ്മുടെ ഉള്ളിനകത്ത് ഇറങ്ങണം. ആ വേര് ഓടിപ്പോണം. ചിലയിടങ്ങളിൽ നമ്മൾ ഈ വേരൊക്കെ എന്ന് പറയുമ്പോ വേര് ഉള്ളിനകത്ത് ചില പാറകളൊക്കെ അറിയിരിക്കും. പാറയുടെ മണ്ണ് കാണില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മണ്ണ് കാണുന്നത്. ഈ വേര് തുളച്ച് പോരും. ചിലത് ഈ ചുരുണ്ടങ്ങ് കിടക്കും. വേര് നല്ലതുപോലെ പോഴ്സാൻ വളം കൊണ്ടുവരാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഈ അവിടെ പറഞ്ഞിരിക്കുന്ന നല്ല വളം കൊടുക്കണം. ആ മണ്ണ് നല്ല ഉണ്ടായിരിക്കണം. അടുത്ത ഉഷ്ണം വരുന്നത് കാണില്ല, ചൂട് വരുന്നത് കാണില്ല. ഇപ്പൊ വിദേശത്തിലൊക്കെ ഭയങ്കര ചൂടുന്ന ഞാൻ അറിയാം. കഴിഞ്ഞ നാളിൽ എനിക്ക് ഒരു 1-2 പിള്ളേർ അവിടെ ഇരിപ്പുണ്ട്. അവർ പറയുന്നത് ഭയങ്കര ചൂടാണ്. എന്റെ മോനും വിദേശത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ ചൂടെന്ന് പറയും. ഇപ്പൊ അവർക്ക് ഭയങ്കര ചൂടാ. ഭയങ്കര ചൂടെന്നാണ് പറയുന്നത്. സഹിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ AC റൂമിൽ പോലെ ഇരിക്കുന്നു. ഇവിടെ ചൂടറിയാൻ പറ്റില്ല, തണുപ്പറിയാൻ പറ്റില്ല. എല്ലാ കാലാവസ്ഥയും ഒന്നുപോലെ ഇരിക്കുകയാണ്. അവിടെ ചൂടെന്ന് പറഞ്ഞ അയ്യർ കളിയാ. ഹല്ലേലൂയ. തണുപ്പെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറമായിരിക്കും.
ആ നിലയിൽ നിന്നാണ് ആമേ സ്തോത്രം നമുക്ക് വേണ്ടി വേല ചെയ്ത് നമുക്ക് വേണ്ടി നന്മകൾ അയക്കുമ്പോൾ ആമേ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം. ഇതൊക്കെ നിലനിൽക്കണം കേട്ടോ. സ്തോത്രം. ഞാനിതൊക്കെ ചിലപ്പോ ഇവിടുന്ന് ഓർക്കാറുണ്ട്. സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയില് ഈ ആമേ ഈ കാശ് എന്ന് പറയുന്നത് ഈ പമ്പരം പോലെ ഇന്ന് നാളെ നമുക്ക് ഇവിടെ വരും, നാളെ അപ്പുറത്ത് അത് അത് പോകാതിരിക്കണമെന്ന് കറയ്ക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ എന്റെ വീട്ടിനകത്തും ദൈവത്തോളം മധ്യസ്ഥയും പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും ആമേ തീരുമാനങ്ങളും വേണം. സ്തോത്രം. ഈ തീരുമാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും ആമേ ചിലർ പറയും ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണമോ? ഇവിടെ ഒരു വചനം വായിച്ചിട്ട് സ്തോത്രം വേണമോ എന്ന് നിങ്ങൾ ചിന്തിക്കും. സ്തോത്രം. എസ്രയുടെ പുസ്തകത്തിൽ എസ്രയുടെ പുസ്തകം 8:21 വാക്യത്തിന് അത് വ്യക്തം അവിടെ എഴുതിയിരിക്കും. എന്ത് വേണം? ഒന്ന് നെഞ്ചത്ത് തട്ടി ഒന്ന് പറയണം. താഴ്ത്തണം കേട്ടോ. നെഞ്ചത്ത് തട്ടി ഒന്ന് പറയണം. ഒന്ന് താഴണം കേട്ടോ. പുകഴരുത് കേട്ടോ. കൃപയിൽ നിന്നരുത്. ഇന്നലെ പറഞ്ഞ ദൂതിന്റെ വെളിച്ചത്തിൽ വരിക. പുകഴരുത്. നിന്ന് താഴണം. സഹോദരിമാരെ, സഹോദരന്മാരെ, ഒന്ന് താഴണം. എங்களுக்காகவும் എങ്ങൾ പിള്ളേകൾക്കാവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ? അമ്മേ എന്തൊരു സകല പൊരുൾ അമ്മേ എന്ന് പറഞ്ഞ് ഷോക്കേസ് വയ്ക്കണമെങ്കിലും പ്രാർത്ഥിക്കണം. സ്തോത്രം. സകല പൊരുള് പൊരുളെന്ന് പറഞ്ഞ നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ ഷോക്കേസ് വയ്ക്കും. ക്ലാസ് ഇടണോടണ്ടേ? സകല പൊരുളുകൾക്ക് വേണ്ടി ഫാന് വേണ്ടി പ്രാർത്ഥിക്കണം. നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ കൊത്തളം സ്വീരമായിരിക്കാൻ പ്രാർത്ഥിക്കണം. നിന്റെ മക്കൾ നന്നായിരിക്കാൻ, നിന്റെ മക്കൾ നല്ല ഭാവിയിലേക്ക് എത്തിപ്പോകുമ്പോ പ്രാർത്ഥിക്കണം. ആമേ സ്തോത്രം. അവൻ തകർന്നു പോകാതെ അവനെ പിശാച് തള്ളിയിടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാത്തിനും പ്രാർത്ഥിക്കണമെന്നാണ്. സകല പൊരുൾ നിങ്ങളെ വീടിനകത്ത് എന്തൊക്കെ വേണം അതെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. വേദോസം പറയുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കണം. അടുത്ത ഇപ്പൊ നിങ്ങളുടെ വഴിയൊക്കെ ശരിയല്ലെന്ന്, അതാണ് ഈ വ്യാര് ഓടാത്തത്. വ്യാര് ചുരുണ്ട് കിടക്കുക. സ്തോത്രം. നമ്മുടെ ഈ ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്നത്, പക്ഷേ ഞാൻ ഇന്നലെ എന്റെ വീട്ടില് ഒരു യോഗം വെച്ചു. കഴിഞ്ഞ ദിവസം ഈ ബുധനാഴ്ച, ഇന്ന് ആമേ സ്തോത്രം വെള്ളിയാഴ്ചയല്ലേ, ഈ ബുധനാഴ്ച ആമേ 3-ാം തീയതി, അതേ സ്തോത്രം 2-ാം തീയതി ഒരു യോഗം വെച്ചു. യോഗം വെച്ചപ്പോ ഞാന് കഴിഞ്ഞ ദിവസം ഈ യോഗം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന വഴിക്ക് കളിന്ന് അല്പം പച്ചക്കറി വാങ്ങിച്ച് ഞാൻ പോകുന്ന വഴിക്ക് വായിക്കുമ്പോൾ അതിൽ ചില കത്തരിക്കയുണ്ട്. നല്ല മനോഹരമായ കത്തരി. എന്തോ ഒരു സന്തോഷമായിരുന്നു. ഞാൻ വാങ്ങിച്ചപ്പോൾ നന്നായിരുന്നു. പക്ഷെ അതിനകത്ത് പിളർന്നു നോക്കുമ്പോൾ ആ സാധനം എത്ര നീളമുള്ള പുഴുവിരിക്കുന്നു. ഇത് എങ്ങനെയാടാ ഇതിനകത്ത് കയറിയെന്ന് ഞാൻ കണ്ടു. ഞാൻ അന്തം വിട്ടുപോകും. എടാ, ഇത് കാച്ചപ്പോ നന്നായിട്ടില്ലേ കാച്ചത്? ഇതിനകത്ത് പുഴു എങ്ങനെ കയറിയേ? ഞാൻ വാങ്ങിച്ചപ്പോ അതിനും കൂടെ എന്ത് ചെയ്തു? വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നു. പക്ഷെ ഇതിനെ മുഴുവൻ അരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇതിനെ മുഴുവനെ പുറത്ത് കിടന്നത്. ഇതിനെന്തിന് കറിയിക്കാൻ പറ്റും? ചില പുഴുകളുണ്ടെങ്കിൽ ഇതിനൊക്കെ അടുത്ത് എന്ത് ചെയ്യണം? കാണാൻ ഭംഗിയെങ്കിൽ അകത്ത് കിടക്കുന്ന പുഴു എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലായില്ല തോന്നുന്നു. മനസ്സിലായ ഒരു സ്തോത്രം പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നിങ്ങളുടെ നല്ല ആൾക്കാരാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ നല്ല ആൾക്കാരെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അതില് കുറച്ച് വെണ്ടക്ക വാങ്ങിച്ചു. സാമ്പാർ വയ്ക്കണമെങ്കിൽ വെണ്ടക്ക വേണം. ചേടാ, ഇത് ഇങ്ങനെ ചില വെണ്ടക്ക നല്ല മനോഹരം. ഇത് നമ്മൾ പിടിച്ച് നൂത്തിട്ട് പോലും തരുന്ന പട്ടിയുടെ വാല് ചുരുണ്ടത് പോലെയാക്കി. നന്നാ നോക്കി ഇതിനെ കട്ട് ചെയ്ത് മുറിച്ചിട്ട് കൂടെ എന്ത് ചെയ്യുന്നു? പക്ഷെ അതിനകത്ത് ചുരുണ്ടിരിക്കുന്ന അകത്തും ചിലതിരിക്കുന്നുണ്ട്. കാണാൻ ഭംഗിയെങ്കിലും ചുരുണ്ട് കിടക്കുക ചിലത്. ഇതിനെ കട്ട് ചെയ്ത് ചിലതിനെ എന്ത് ചെയ്യണം? വേണ്ടാത്തതിനൊക്കെ എന്ത് ചെയ്യണം? സ്തോത്രം.
ചിലപ്പോ ഈ കാച്ചോണ്ടിരിക്കുമ്പോ നല്ല കത്തിരിക്കുകയായിരിക്കും, നല്ല വഴുതനയാണ്, പക്ഷെ അതിനകത്ത് എന്താ കിടക്കുന്നത്? അവൻ ഒഴിയ പൊതുവ അതിനകത്തിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കാണിക്കുക. അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലിയർ ആകണം. ഒരു സ്വോത്രം പറഞ്ഞില്ല, ഒരു സ്വോത്രം പറഞ്ഞ ഒന്ന് ക്ലിയർ ആയെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി തീരും, ഈ ആരാധന ഒരു അനുഗ്രഹമായി തീരും, ഈ സ്തോത്രം ഒരു അനുഗ്രഹമായി തീരും, നീ ചെയ്യുന്ന ഈ യാഗം നിന്റെ വീട്ടിന് ഒരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ആ എസ്തറയുടെ പുസ്തകത്തെ ഒന്ന് വായിക്കാം. എസ്തറയുടെ പുസ്തകം പെട്ടെന്ന് വായിച്ചു തീർക്കാം, നിർത്തും. എங்களுக்காகும் വേണ്ട. അടുത്ത് நான் அங்கே ഒരു ഉപവാസത്തെ കൂറിനേൻ. ഒരു ഉപവാസം, അതാണ് ഈ ഉപവാസം. അപ്പൊ നമ്മൾ ഉപവാസത്തിന് എവിടെ വരണം? ആലയത്തിന്. കലകൾ വണക്കാം നമുക്ക് ദൈവത്തിന്. എല്ലാവർക്കും നിലനിൽക്കും. എല്ലാ ദൂതുകൾ കേട്ട് എല്ലാവർക്കും നിലനിൽക്കും. ഇതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ തലയ്ക്ക് ഞാൻ കരവയ്ക്കാൻ, കാരണം ഇതിന്റെ അപ്പുറത്ത് വേറെ ദൂതല്ല. നിങ്ങൾ തന്നെ ക്ലിയർ ആക്കി, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. എല്ലാ വ്യക്തികളെയും ദൈവത്തിനാൽ ഒന്നുപോലെ വിജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം തന്നെ അനുഗ്രഹിക്കേണ്ടതിന്, ദൈവം തന്നെ വിടുവിക്കേണ്ടതിന്, ദൈവം തന്നെ മാനിക്കേണ്ടതിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിന്നെ ബലപ്പെടുത്തേണ്ടതിന്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു നല്ല പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, നിന്റെ അഗാധമായ വാക്കുകളെ നിന്നെ വിട്ടിട്ട് എന്നെ ഒന്ന് ക്ലിയർ ആക്കണം, വിശുദ്ധമാക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ മുമ്പിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ മുമ്പിലേക്ക് ഈ വചനത്തോടുകൂടെ നിന്നെ തന്നെ ഒന്ന് വെടിപ്പാക്കി, നിന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച്, നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ച്, നിന്നെ തന്നെ കർത്താവിന്റെ മുന്നിൽ സമർപ്പിച്ച്, ഹല്ലേലൂയ, കർത്താവിന്റെ മുൻപിൽ വചനം പറയുന്നു, കൃപയും സത്യവും എന്നെ വിട്ട് വിലകാതിരുപ്പാൻ. ഈ വചനം നിന്റെ കഴുത്തിനെ കൂട്ടി നിന്റെ ഹൃദയമാകുന്ന മാംസപ്പലകിൽ എഴുതി നീ ഉറപ്പാക്കി നീ പ്രാർത്ഥിക്കുന്നു എങ്കിൽ സ്തോത്രം, നീ ചോദീര് നിന്റെ വീട്ടിനകത്ത് അല്പം നടക്കും. നിന്റെ മക്കൾ നന്നാകും, നിന്റെ ഭർത്താവ് നന്നാവും, നിന്റെ ഭാര്യ നന്നാവും, നിന്റെ വയോധികാലത്തിരിക്കുന്ന നിന്റെ ജീവിതം മാറ്റം വരും. നീ തകർന്നിരിക്കുന്നു. നിന്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് നീ കരയുന്നുണ്ടോ? നിന്റെ മക്കളെ കുറിച്ച് നീ കരയുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവം അതിന്റെ വഴി തുറപ്പാൻ എന്റെ ദൈവശക്തൻ. നിന്റെ കണ്ണീരത്തോടെ പാൻ എന്റെ ദൈവശക്തൻ. എന്റെ ജീവിതത്തിൽ മാറ്റം തരുവാൻ ദൈവം ശക്തൻ. എന്റെ പുതിയൊരു വഴി തുറപ്പാൻ ദൈവം ശക്തൻ. ഹല്ലേലൂയ.